സ്വീകരണ മുറിയിൽ നിന്നും ആർദ്രവുമുള്ള ഒരു ശബ്ദം കേട്ടു. രുക്മിണി. ഗണ്ടിന്റെ മുന്നിൽ അവൾ കണ്ടു അച്ഛനെ കൊത്തിയെരിഞ്ഞ് ആലുവാപ്പുഴയിൽ ഒഴുക്കിയ കാട്ടാളനെ, അമ്മയെ കത്തുന്ന തീപ്പന്തമാക്കിയ പിശാചിനെ, നൊന്തുപെറ്റ കുഞ്ഞിനെ കാട്ടുമൃഗങ്ങൾക്ക് തീറ്റയായി ഇട്ടുകൊടുത്ത രാക്ഷസനെ. മാധവൻ തമ്പി. വിരലെന്നമർത്തിയാൽ ആ നിമിഷം കാതുകുളിർപ്പിക്കുന്ന നിലവിളി കേൾക്കാം. പൂക്കുറ്റി പോലെ ചീറ്റുന്ന ചോര കാണാം. പക്ഷേ അതിനു മുമ്പ് തന്നെ ആദ്യം തൊട്ട വൃത്തികെട്ട മുഖം കണ്ടെത്തണം. അവനോടൊപ്പമാണ് ഈ നരാധമനും ചാവേണ്ടത്. ഏതു നിമിഷവും ഒരു ബുള്ളറ്റ് ചീറി വന്ന് നെഞ്ചു തുളയ്ക്കുമെന്നറിഞ്ഞിട്ടും തമ്പി മനസാന്നിധ്യം കൈവിട്ടില്ല. രുക്മിണി മുന്നോട്ടാഞ്ഞു. ഗണ്ണിന്റെ കുഴൽ അയാളുടെ നെഞ്ചിൽ ചേർത്ത് വെച്ച് അവൾ ആക്രോശിച്ചു. അന്ന് ഏത് ചെറ്റയ്ക്കാ നീ എന്നെ കാഴ്ചവെച്ചത്? പതിഞ്ഞ ശബ്ദത്തിൽ തമ്പി പറഞ്ഞു. പൊറുക്കണ രുക്മിണി, ഒന്നും വേണമെന്ന് കരുതി ചെയ്തതല്ല. അറിയാതെ. ചോദ്യത്തിന്റെ ഉത്തരം മാത്രം മതി എനിക്ക്. കൂടുതൽ എന്തെങ്കിലും പറഞ്ഞാൽ അപ്പ ചത്തു വീഴും നീ. ശാന്തതയോടെ തമ്പി പറഞ്ഞു. എനിക്ക് പറയാനുള്ളത് നിന്റെ മോനെ പറ്റിയാ. അറിയാതെ രുക്മിണിയുടെ കയ്യിലിരുന്ന് ഗൺ വിറച്ചു. ഒപ്പം മനസ്സും. ഞാൻ അവനെ കൊന്നിട്ടില്ല രുക്മിണി. ആരോ ഊതിക്കെടുത്തിയതുപോലെ രുക്മിണിയുടെ കണ്ണിലെ തീ കെട്ടു. അവളുടെ മനസ്സ് പിന്നിട്ട വഴികളിലൂടെ ആർത്തിപ്പൂണ്ടലഞ്ഞു. മഞ്ഞിന്റെ തണുപ്പുള്ള ശബ്ദത്തിലാണ് പിന്നെ അവൾ ചോദിച്ചത്. ഇപ്പോ എവിടെയുണ്ട് എന്റെ മോൻ? അതായിരുന്നു തമ്പി കാത്തുനിന്ന നിമിഷം. രുക്മിണിയുടെ തളർന്ന കൈക്കുള്ളിൽ നിന്ന് അനായാസം അയാൾ ഗൺ പിടിച്ചു വാങ്ങി. കൊടുങ്കാറ്റ് പോലെ തമ്പി സക്കറിയുടെ മുന്നിലെത്തി. ഗണ്ണുയർത്തി അവന്റെ മുഖത്താഞ്ഞടിച്ചുകൊണ്ട് അയാൾ ഗർജിച്ചു. ഒരു നിമിഷം വൈകിയിരുന്നെങ്കിൽ ഈ ഒരുമ്പട്ടോള് എന്നെ കൊല്ലുമായിരുന്നല്ലോടാ നായേ. കെണിയിലകപ്പെട്ടെന്ന് മനസ്സിലായപ്പോൾ രുക്മിണി ചീറി. എന്നെ നശിപ്പിച്ച ദുഷ്ടനാരാന്ന് പറഞ്ഞു തരാതെ നിന്നെ ജീവനോടെ വിടില്ല ഞാൻ. തമ്പി അവളെ നോക്കി ചിരിച്ചു. അത് വെറും വ്യാമോഹമാണ് രുക്മിണി. തമ്മിൽ കാണുമ്പോ നിന്റെ മോൻ ആദ്യം ചോദിക്കണത് അവന്റെ അച്ഛനെ ആവില്ലേ? അപ്പോ കൊന്നാൽ എങ്ങനെയാ? രുക്മിണി മിണ്ടിയില്ല. സക്കറിയോടെ തമ്പി പറഞ്ഞു. കൊണ്ടുപോയി പൂട്ടിയിടുവിളെ. സക്കറിയ രുക്മിണിയെ വലിച്ചിരിച്ച് ഗോഡൌണിലേക്ക് കൊണ്ടുപോയി. പിറ്റേന്ന് രാവിലെ തന്നെ മാധവൻ തമ്പി ശ്രീധരനെ അഡ്മിറ്റ് ചെയ്തിരുന്ന ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് പോയി. കാത്തു നിന്നിരുന്ന ഹരിപ്രസാദ് പറഞ്ഞു. മുറിയിൽ അവൻ തനിച്ചേ ഉള്ളൂ. ശ്രീധരനെ കണ്ട ഉടനെ മുഖവരിയൊന്നുമില്ലാതെ തമ്പി പറഞ്ഞു. ഒരു പാഠം പറഞ്ഞു തരാനാ ഹരിപ്രസാദിനോട് നിന്നെ തല്ലിച്ചതയ്ക്കാൻ പറഞ്ഞത്. ഈ നാട്ടിലെ പരമോന്നത കോടതിയാ എന്റെ ബംഗ്ലാവ്. ഞാൻ പറയണതാ ഇവിടുത്തെ നീതി നിയമവും ഒക്കെ. വെറുപ്പോടെ ശ്രീധരൻ പറഞ്ഞു. മനസ്സിലായി. ഈശ്വരനേക്കാൾ വലിയ ആളാ നിങ്ങൾ. എന്നാലും എന്നെ നിങ്ങൾക്ക് കിട്ടില്ല. കൗതുകത്തോടെ തമ്പി ചോദിച്ചു. അത്രയ്ക്ക് ഇഷ്ടമാണോ നിനക്ക് തൂക്കുകയറിൽ കിടന്നാടാൻ? അത് പണ്ട് ഞാൻ ചെയ്ത തെറ്റുകൾക്കുള്ള ശിക്ഷയായിക്കോട്ടെ. ഒരു നിമിഷം ഒന്ന് നിർത്തിയിട്ട് തമ്പി പറഞ്ഞു. എങ്കിൽ ശവമെങ്കിലും എനിക്ക് തരണമെന്ന് അന്ത്യാഭിലാഷമായിട്ട് എഴുതി വെക്കണം നീ. സ്വീകരണ മുറിയിൽ സ്റ്റഫ് ചെയ്ത് വെക്കാനാ. ചത്തുപോയാലും കൂടെ കൂടെ കാണാലോ എനിക്ക്. ശ്രീധരൻ മിണ്ടിയില്ല. തമ്പി തുടർന്നു. ഇപ്പോഴും നിന്നെ രക്ഷിക്കാൻ എനിക്ക് കഴിയും ശ്രീധര. തൂക്കുമരത്തിന്റെ ചോട്ടിന്ന് പോലും പുഷ്പം പോലെ നിന്നെ ഇറക്കിക്കൊണ്ടുവരും ഞാൻ. ശ്രീധരൻ ഗർജിച്ചു. എനിക്ക് രക്ഷപ്പെടണ്ട. ഇനി ഇക്കാര്യം പറഞ്ഞുകൊണ്ട് ഈ മുറിയിലേക്ക് വന്ന ചവിട്ടി പുറത്താക്കിന്ന് വരും ഞാൻ. അപ്പോഴും തമ്പി ചിരിച്ചു. ഇപ്പൊ ഞാൻ വന്നത് നിന്നോട് കൂടെ വരണമെന്ന് പറയാനല്ല. ഒരുപാട് കാലമായി മറച്ചു വെച്ചിരുന്ന ഒരു സത്യം പറയാനാ. നിന്നെ എനിക്ക് കിട്ടിയത് ഒരു പിച്ചക്കാരിയുടെ കയ്യിൽ നിന്നല്ല, നിന്റെ അമ്മയുടെ നെഞ്ചിന്ന് തന്നെ വലിച്ചു പറിച്ചെടുത്തതാ ഞാൻ. ഓർക്കാപ്പുറത്ത് ഒരു വെള്ളിടി വെട്ടിയതുപോലെ ശ്രീധരൻ നടുങ്ങി. കേട്ടത് വിശ്വസിക്കാനാവാതെ അയാൾ പിടഞ്ഞെഴുന്നേറ്റു. അപ്പോൾ ശരീരത്തിലെ മുറിവുകളിൽ നിന്നും ചോര വാർന്നു. തമ്പിയുടെ ഇരു ചുമലുകളിലും ശക്തിയായി പിടിച്ചുലച്ചുകൊണ്ട് ശ്രീധരൻ ചോദിച്ചു. കൊന്നോ നിങ്ങളവരെ? അയാളുടെ കൈകൾ ചുമലിൽ നിന്നും മാറ്റിക്കൊണ്ട് നിസ്സംഗതനായി തമ്പി പറഞ്ഞു. പേടിക്കണ്ട. നിന്നെപ്പോലെ നിന്റെ അമ്മയും ജീവനോടെ ഉണ്ട്. സ്വപ്നത്തിൽ എന്ന പോലെ ശ്രീധരൻ ചോദിച്ചു. എവിടെയാണുള്ളത്? ആ ചോദ്യം അവഗണിച്ചുകൊണ്ട് തമ്പി പറഞ്ഞു. അമ്മയെ മാത്രമല്ല അച്ഛനെയും തരാൻ നിനക്ക്. അവരെ കാണണമെങ്കിൽ തൂക്കുമരത്തിന്റെ ചുവട്ടിലേക്കല്ല പോണ്ടത്, എന്റെ ബംഗ്ലാവിലേക്ക് വരണം. കൊല്ലാനും ചാവാനും തയ്യാറായിട്ട്. ചീറുന്ന ആഗ്നേയാസ്ത്രം പോലെ അയാൾ പുറത്തേക്ക് ഇറങ്ങി. എല്ലാം കേട്ട് വാതിൽക്കൽ നിന്നിരുന്ന ഹരിപ്രസാദ് അപ്പോൾ അകത്തേക്ക് വന്നു. നേർത്ത ചിരിയോടെ അയാൾ പറഞ്ഞു. ഇക്കാലത്ത് മൃഗമാണെന്ന് പറയുന്നത് ഒരു അന്തസ്സ ശ്രീധര. പത്രത്തിലെ ദിവസവും പടവും വരും. ചാനലുകാർ മുഴുവൻ നിന്റെ ഒരു അഭിമുഖം കിട്ടാൻ വേണ്ടി പിന്നാലെ നടക്കും.
ഞാൻ ഉൾപ്പെടെയുള്ള ഒരു പോലീസുകാരനും നിന്റെ ദേഹത്ത് കൈവയ്ക്കില്ല. ഇനി ഒന്നും ആലോചിക്കണ്ട. ചെല്ല്, ചെന്ന് പഴയതുപോലെ നാട് വിറപ്പിക്ക്. ശ്രീധരന്റെ ഇടനെഞ്ചി വിങ്ങി. കാതുകൾക്കരികെ താളം തെറ്റിയ ഒരു താരാട്ടിന്റെ ഈണം, മുറിവുകളിൽ സാന്ത്വനിപ്പിക്കുന്ന തൂവൽ സ്പർശം, ഓർമ്മകൾക്കിടയിൽ ഇന്നോളം കേട്ടിട്ടില്ലാത്ത പ്രണവ മന്ത്രം. അമ്മ. ഹരിപ്രസാദ് ശ്രീധരന്റെ തോളിൽ കൈവച്ചു. സർപ്പദംശനമേറ്റതുപോലെ അവൻ നടുങ്ങി. കണ്ണുകളിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് മെല്ലെ ഹരിപ്രസാദ് ചോദിച്ചു, നിനക്ക് അമ്മയെ കാണണമെന്ന് മാധവൻ തമ്പുരിയോട് വിളിച്ചു പറയട്ടെ ഞാൻ? ജീവിതത്തിൽ ആദ്യമായി ശ്രീധരൻ തളർന്നുപോയി. നിസ്സഹായനായി അയാൾ ഹരിപ്രസാദിനെ നോക്കി. കരയരുതെന്ന് കരുതിയിട്ടും ഒരു നേർത്തുള്ളി ഊറി വന്നു, കണ്ണിൽ പരന്നു. മനസ്സ് മുറിഞ്ഞൊഴുകിയ ചോര പോലെ. അന്ന് ഉച്ചയ്ക്ക് തമ്പിയുടെ ബംഗ്ലാവിലേക്ക് സക്കറിയ കറുത്തു തടിച്ച ഒരാളെ കൂട്ടിക്കൊണ്ടുവന്നു. 50 വയസ്സിനടുത്ത് പ്രായം കാണും. ലുങ്കിയും വെള്ള ബനിയനുമായിരുന്നു വേഷം. അപ്പോൾ അവിടെ ഹരിപ്രസാദും ഉണ്ടായിരുന്നു. കൗതുകത്തോടെ അയാളെ നോക്കി തമ്പി ചോദിച്ചു, എന്താടാ നിന്റെ പേര്? ബാലഗോപാലൻ. എന്നാൽ ഇവനെ എണ്ണ തേപ്പിച്ചൊന്ന് കുളിപ്പിച്ചെടുക്ക്. ഹരിപ്രസാദ് മിന്നായം പോലെ മുന്നോട്ട് വന്നു. അയാളുടെ ചുരുട്ടിയ കൈത്തലം പലവട്ടം ബാലഗോപാലന്റെ മുഖം ചതച്ചു. ഉറക്കെ നിലവിളിച്ചുകൊണ്ട് അയാൾ കാൽച്ചുവട്ടിലേക്ക് വീണു. മുടിയിൽ കൂട്ടിപ്പിടിച്ച് തമ്പി അയാളെ മേലോട്ടുയർത്തി. ചോര പടർന്ന് ചുമന്നുപോയ ബാലഗോപാലന്റെ മുഖത്തേക്ക് നോക്കി വിടർന്ന ചിരിയോടെ അയാൾ പറഞ്ഞു, അർജുന് ഇനിയുള്ള കഥ ഇവ പറഞ്ഞു കൊടുക്കും. അന്ന് വൈകുന്നേരം തീരെ പ്രതീക്ഷിക്കാത്ത ഒരാൾ ഊർമിളയെ കാണാൻ വന്നു. ഡിവൈഎസ്പി ഹരിപ്രസാദ്. അയാൾ മൊഫ്തിയിലായിരുന്നു. വിടർന്ന ചിരിയോടെ ഹരിപ്രസാദ് പറഞ്ഞു, ചന്ദ്രചൂഡം കൊലക്കേസിൽ ഒരു വഴിത്തിരിവുണ്ടായി ഊർമിളെ. ശ്രീധരൻ ഇന്നോ നാളെയോ പുറത്തു വന്നോന്ന് വരും. വല്ലാതെ നടുങ്ങിപ്പോയിട്ടും ഏറെ പണിപ്പെട്ട് അവൾ മുഖത്തൊരു ചിരി വരുത്തി. ശ്രീധരനെ ഏട്ടനെന്ന് വിളിച്ച് കൊതി തന്നിട്ടില്ലല്ലോ നിനക്ക്? അതുകൊണ്ടാവും ഈശ്വരൻ കരുണ കാട്ടിയത്. എന്നാലും ചോദ്യം ചെയ്യുന്നതിന്റെ ഇടയില് ചില കടുങ്കയൊക്കെ വേണ്ടി വന്നു. അവനിപ്പോ ആശുപത്രിയിലാ. പേടിക്കാനൊന്നുമില്ല, ചത്തുപോവില്ല എന്ന് ഡോക്ടർ ഉറപ്പ് തന്നിട്ടുണ്ട്. ഊർമിളയ്ക്ക് അപ്പോഴും സംശയം മാറിയില്ല. തെളിവുകളൊക്കെ എതിരല്ലേ? ചന്ദ്രചൂഡന്റെ അച്ഛൻ സാക്ഷി പറയില്ലേ? കണ്ണിറുക്കി ചിരിച്ചുകൊണ്ട് ഹരിപ്രസാദ് പറഞ്ഞു, അതൊന്നും ഓർത്ത് നീ വേവലാതിപ്പെടണ്ട. വേണ്ടതൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം, ചിലപ്പോ നിന്നെ കാണാൻ അർജുൻ ഇങ്ങോട്ട് വന്നെന്നിരിക്കും. നിന്റെ ഏട്ടന്റെ ജീവൻ അപകടത്തിലാക്കണ ഒരു കാര്യവും നാവീന്ന് വീഴരുത്. ഹരിപ്രസാദ് പോയി കഴിഞ്ഞിട്ടും ഊർമിളയുടെ മനസ്സിലെ മരവിപ്പും പാറയില്ല. ആ പിശാച്ചിനോട് ഈശ്വരൻ എന്തിനാണ് ഇപ്പോഴും ദയ കാണിക്കുന്നത്? പിന്നിലുള്ളത് മാധവൻ തമ്പി തന്നെയാവണം. വീണ്ടും അയാൾ മലവെള്ളം പോലെ പണമൊഴുക്കിയിരിക്കണം. ഊർമിളയുടെ മുഖം വലിഞ്ഞു മുറുകി. തമ്പിയെ അങ്ങനെ ജയിക്കാൻ വിട്ടുകൂടാ. പെണ്ണൊരുമ്പിട്ടാലും ചിലത് കഴിയുമെന്ന് അയാൾ അറിയണം. ഇനി ശ്രീധരനുള്ള കുരുക്ക് തീർക്കുന്നത് പോലീസല്ല, ഈ ഊർമിളയാണ്. അപ്പോൾ അവളുടെ മനസ്സിൽ തീക്കനൽ പോലെ തിളങ്ങുന്ന ഒരു പേര് തെളിഞ്ഞു, അർജുൻ. ക്യാബിനിലിരുന്ന് പഴയ കേസ് ഫയൽ മറിച്ചു നോക്കുകയായിരുന്നു അർജുൻ. തൊട്ടടുത്തുണ്ടായിരുന്ന രഘുവിനോട് അയാൾ ചോദിച്ചു, ചന്ദ്രചൂഡം കൊലക്കേസിൽ ഹരിപ്രസാദ് എന്തിനാ അമിതമായ താല്പര്യം കാണിക്കുന്നത്? ആരോ പിന്നിലുണ്ടെന്ന് തോന്നുന്നില്ലേ? രഘു പറഞ്ഞു, സംശയിക്കണ്ട, അത് മാധവൻ തമ്പിയാണ്. അപ്പോൾ ഡോറിൽ ആരോ മുട്ടി. അർജുൻ പറഞ്ഞു, കമ്മിങ്. ജോയി അകത്തേക്ക് വന്ന് അറ്റൻഷനായി. ഊർമിള കാണാൻ വന്നിട്ടുണ്ട് സർ. വരാൻ പറയൂ. ജോയി ഊർമിളയെ കൂട്ടിക്കൊണ്ടുവന്നു. ഗദ്ഗതത്തോടെ അവൾ പറഞ്ഞു, നിങ്ങളൊക്കെ നല്ലത് പറഞ്ഞു തന്നിട്ടും അനുസരിക്കാതിരുന്നവളാ ഞാൻ. അതിനുള്ള ശിക്ഷ കിട്ടി. മനസ്സ് മാറിയെന്നും നല്ലവനായിന്നും തോന്നിയതുകൊണ്ടാ ഞാൻ ശ്രീധരനെ ഏട്ടനാന്ന് കരുതി സ്നേഹിച്ചത്. പക്ഷേ സ്നേഹം നടിച്ച് അയാൾ കൂടെ വന്നത് എന്നെ കൊല്ലാൻ തന്നെയാ. രഘു ചോദിച്ചു, അങ്ങനെ അവൻ പറഞ്ഞോ? ഊർമിള മൂളി. എപ്പോ? ചന്ദ്രചൂഡനെ കൊന്നതിന്റെ തലേന്ന്. അർജുൻ മുന്നോട്ട് ആഞ്ഞിരുന്ന് ഊർമിളയെ ശ്രദ്ധിച്ചു. ജോയി ചോദിച്ചു, ചന്ദ്രചൂഡനെയും കൊല്ലൂന്ന് പറഞ്ഞിരുന്നു? ഊർമിള വീണ്ടും മൂളി. അതെപ്പോഴാ? വെറുതെ ഓരോന്ന് സംസാരിച്ചിരിക്കുമ്പോൾ ചന്ദ്രചൂഡനെ എനിക്ക് ഇഷ്ടമായിരുന്നു എന്ന് അറിയാണ്ട് പറഞ്ഞുപോയി. നീ ഇഷ്ടപ്പെടുന്ന ഒരാളെയും ബാക്കി വെക്കില്ല എന്ന് പറഞ്ഞ് ആ ദുഷ്ടൻ എന്നെ കടന്നു പിടിച്ചു. മുറി കയറി വാതിലടച്ചോണ്ടാ രക്ഷപ്പെടാൻ പറ്റിയത്. അല്ലെങ്കിൽ അവൻ എന്നെ. ഊർമിള തേങ്ങിക്കരഞ്ഞു. രഘു ചോദിച്ചു, പിന്നെ എന്തുണ്ടായി? രാവിലെ ഇറങ്ങിപ്പോയ ആള് രാത്രിയിലാ വന്നത്. അപ്പോഴും കഥ കടച്ചിരിക്കുകയായിരുന്നു ഞാൻ. വാതിൽക്കൽ വന്നവൻ വിളിച്ചു പറഞ്ഞു, ചന്ദ്രചൂഡന്റെ കാലും തലയും ഒക്കെ വെട്ടിമുറിച്ചുവെന്ന്. നിറഞ്ഞൊഴുകിയിരുന്ന കണ്ണുകൾ തുടയ്ക്കാൻ നിൽക്കാതെ ഊർമിള വാനിറ്റി ബാഗ് തുറന്ന് ഒരു കവർ എടുത്ത് അർജുന്റെ നേരെ നീട്ടി. അർജുൻ അത് വാങ്ങി മേശപ്പുറത്ത് വെച്ചു. പറഞ്ഞതൊക്കെ അതിൽ എഴുതിയിട്ടുണ്ട്.
ഇനി അവനെ ജയിലിൽ നിന്ന് പുറത്തു വിടരുത്. രഘു ചോദിച്ചു. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും പരാതി തരാൻ എന്താ വൈകിയത്? എനിക്ക് അവനെ പേടിയായിരുന്നു സർ. നിനച്ചിരിക്കാതെയായിരുന്നു അർജുന്റെ ചോദ്യം. ശ്രീധരൻ ഉപദ്രവിക്കാൻ വന്നപ്പോ ഏത് മുറി കയറിയ നീ വാതിലടച്ചത്? മനസ്സിലുള്ളതെല്ലാം അയാൾ ചികഞ്ഞെടുത്ത് പുറത്തിടുമെന്ന് ഊർമിള ഭയന്നു. എങ്കിലും മറുപടി പറയാൻ വൈകിയില്ല. സ്വീകരണ മുറിയിൽ. അപ്പോ ശ്രീധരൻ എവിടെയായിരുന്നു? വരാന്തയിൽ. പിന്നെന്തിനാ നേരത്തെ ബെഡ്റൂമിൽ കയറി കഥ കടച്ചു എന്ന് പറഞ്ഞത്? ഊർമിള ഉമിനീർ വിഴുങ്ങി. ഞാൻ അങ്ങനെ പറഞ്ഞില്ലല്ലോ സർ. പിന്നെയും തുരുതുരാ ചോദ്യങ്ങൾ വന്നു. ഊർമിളയ്ക്ക് ശ്വാസം ഇടാൻ പോലും സമയം കിട്ടിയില്ല. എങ്ങനെയാ ചന്ദ്രചൂഡന്റെ ശിരസ് അവൻ വീട്ടിലേക്ക് കൊണ്ടുവന്നത്? അറിയില്ല. ചാക്കിൽ കിട്ടിയാണോ? അറിയില്ല. കുഴിക്കുന്ന ശബ്ദം നീ കേട്ടോ? ഇല്ല. അതെന്താ? ഞാൻ ഞാൻ എന്തിനാ നീ ശ്രീധരനോട് ചന്ദ്രചൂഡനെ ഇഷ്ടമായിരുന്നു എന്ന് പറഞ്ഞത്? വെറുതെ ഓരോന്ന് പറഞ്ഞപ്പോ. എന്താ പറഞ്ഞത്? പഴയ കാര്യങ്ങൾ. അതെന്താണെന്ന് പറയൂ. ഇനി എനിക്ക് കല്യാണം വേണ്ടെന്ന് പറഞ്ഞപ്പോ അയാൾ കാരണം ചോദിച്ചു. അപ്പോഴാ ഞാൻ. ശരിക്കും ഇഷ്ടമായിരുന്നോ ചന്ദ്രചൂഡനെ? ഊർമിള മൂളി. നിന്നെ വേണ്ടാന്ന് പറഞ്ഞിട്ടും? ഊർമിള അപ്പോഴും മൂളി. സത്യത്തിൽ നീ പറഞ്ഞിട്ടല്ലേ ശ്രീധരൻ ചന്ദ്രചൂഡനെ കൊന്നത്? അല്ല സർ. കൊല്ലൂന്ന് പറഞ്ഞിട്ടല്ലേ ശ്രീധരൻ പോയത്? തിരിച്ചു വന്നപ്പോ എന്തിനാ വാതിൽ തുറന്നത്? എന്തു പറയണമെന്നറിയാതെ ഊർമിള ഒരു നിമിഷം നിശബ്ദയായി. മറുപടി ആലോചിക്കുന്നതിനിടയിൽ അടുത്ത ചോദ്യം വന്നു. എപ്പോഴാ ശ്രീധരൻ നിന്നെ കടന്നു പിടിച്ചത്? ചന്ദ്രചൂഡനെ കൊല്ലുമെന്ന് പറഞ്ഞപ്പോഴോ പോയിട്ട് തിരിച്ചു വന്നപ്പോഴോ? പരസ്പര വിരുദ്ധമായ ചോദ്യങ്ങൾ ചോദിച്ച് അർജുൻ തനിക്കെതിരെ സമർത്ഥമായി വല നെയ്യുകയാണെന്ന് ഊർമിളയ്ക്ക് മനസ്സിലായി. പിടികൊടുക്കാതിരിക്കാൻ പണിപ്പെട്ടുകൊണ്ട് അവൾ പറഞ്ഞു. അത് അത് തിരിച്ചു വന്നപ്പോ. അർജുൻ ചിരിച്ചപ്പോൾ പറഞ്ഞത് തെറ്റിയോ എന്നവൾ പേടിച്ചു. അകത്തു കയറി വാതിലടച്ചു എന്നല്ലേ പറഞ്ഞത്? പിന്നെ എപ്പോഴാ തുറന്നത്? അത് അത് ഊർമിളയുടെ ശബ്ദം വിറച്ചു. പോലീസ് വന്നപ്പോ. പിന്നെ എങ്ങനെയാ രഘു നിന്നെയും ശ്രീധരനെയും ഒന്നിച്ചു കണ്ടത്? ഊർമിള നാവു കടിച്ചു. ശ്രീധരൻ ഉറങ്ങിയപ്പോ ഞാൻ വാതില് തുറന്നിരുന്നു. അപ്പോഴും അർജുൻ ചിരിച്ചു. സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ ഒരുപാടുണ്ടല്ലോ ഊർമിളെ. കോടതിയിലും ഇങ്ങനെയാ പറയാൻ പോണതെങ്കിൽ ശ്രീധരന്റെ അഡ്വക്കേറ്റ് നിന്നെ വെള്ളം കുടിപ്പിക്കും. സാരമില്ല, ഇപ്പോ ട്രെയിനിങ് കിട്ടിയില്ലേ, ഇനി സൂക്ഷിക്കണം. താങ്ക് യു സർ. ഒരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട ആശ്വാസത്തോടെയാണ് ഊർമിള ക്യാബിനിൽ നിന്നും പുറത്തേക്ക് കടന്നത്. അവൾ പോയി കഴിഞ്ഞുവെന്ന് ഉറപ്പായപ്പോൾ അർജുൻ പറഞ്ഞു. ഊർമിള പറഞ്ഞതെല്ലാം നുണയാണ്. രഘുവിന് മാത്രമല്ല ജോയിക്കും അത് മനസ്സിലായി കഴിഞ്ഞിരുന്നു. രഘു ചോദിച്ചു. പക്ഷേ ഏട്ടനെന്ന് വിളിച്ച അതേ നാവ് കൊണ്ട് ഇവൾ എന്തിനാണ് ശ്രീധരനെ കൊലയാളി എന്ന് വിളിച്ചത്? നേർത്ത ചിരിയോടെ അർജുൻ പറഞ്ഞു. ഇനിയും വരാനുണ്ട് നടുക്കങ്ങളും അത്ഭുതങ്ങളും. കാത്തിരിക്കാൻ നമുക്ക്. കൈകളിൽ വിലങ്ങ് വെച്ച് കറുത്തു തടിച്ച ഒരാളെ അന്ന് രാത്രി ഡിവൈഎസ്പി ഹരിപ്രസാദ് അർജുന്റെ മുന്നിലെത്തിച്ചു. ഇത് ബാലഗോപാലൻ. ചന്ദ്രചൂഡനെ കൊന്നത് ഇയാളാണ് സർ. അർത്ഥം വെച്ച് അർജുൻ ജഗുവിന്റെ നേരെ കണ്ണെറിഞ്ഞു. റെയിൽവേ സ്റ്റേഷനടുത്തുള്ള കള്ളുഷാപ്പിൽ നിന്ന് പൊക്കിയത്. ഫിറ്റായപ്പോ നാവ് പഴച്ചതാ. പറഞ്ഞത് പിന്നെ തിരിച്ചെടുക്കാൻ പറ്റുമോ? കിട്ടിയത് എന്റെ കയ്യിലല്ലേ. ചെറുപ്പത്തിലെ കുടിച്ച മുലപ്പാൽ പോലും കക്കിച്ചു ഞാൻ. ബാലഗോപാലിനെ അർജുൻ കണ്ണുകൾ കൊണ്ട് ആകെയൊന്നൊഴിഞ്ഞു. ചന്ദ്രചൂഡന്റെ വീട്ടില് പുറംപണികളൊക്കെ ചെയ്തിരുന്നവനാ. അന്ന് ചന്ദ്രചൂഡനും ശ്രീധരനും തമ്മിൽ വഴക്കു കൂടിയപ്പോ പിടിച്ചു മാറ്റാനും അവൻ ചെന്നിരുന്നു. അർജുൻ മൂളി. ചതഞ്ഞ മുഖത്ത് ഒരു ഇടികൂടി കൊടുത്തിട്ട് ഹരിപ്രസാദ് ഗർജിച്ചു. നടന്നതൊക്കെ തുറന്നു പറയണം നായേ. അടി കിട്ടിയിട്ടും അക്ഷോഭനായി ബാലഗോപാലൻ പറഞ്ഞു. ഗൾഫിലേക്ക് കൊണ്ടുപോകാന്നും പറഞ്ഞ് അയാൾ എന്റെ കയ്യിൽ നിന്ന് 50,000 രൂപ വാങ്ങിയിരുന്നു സാറേ. ചോര നീരാക്കി ഉണ്ടാക്കിയ കാശ. ഒടുക്കം ജോലിയും കിട്ടിയില്ല, പണവും തന്നില്ല. പിന്നെ കൊല്ലേണ്ടേ അവനെ? ഹരിപ്രസാദ് പറഞ്ഞു. പഠിച്ച കള്ളനവൻ. ശ്രീധരന് കുറുക്കാലോ എന്ന് കരുതിയ ഡെഡ് ബോഡി കഷ്ണം കഷ്ണമാക്കി മുറിച്ചത്. എന്നിട്ടും യാതൊരു കൂസലില്ലാതെ നിൽക്കണ കണ്ടില്ലേ കഴിവുകളുടെ മോൻ. മേശപ്പുറത്ത് നിന്ന് ഊർമിള കൊടുത്ത കവർ എടുത്ത് നീട്ടിക്കൊണ്ട് അർജുൻ പറഞ്ഞു. അപ്പോഴും ചെറിയൊരു പ്രോബ്ലം ഉണ്ടല്ലോ ഹരി. ഹരിപ്രസാദ് കവർ വാങ്ങി അതിനുള്ളിൽ നിന്ന് കടലാസ് പുറത്തെടുത്തു. അതിലൂടെ അലസമായി കണ്ണോടിച്ചപ്പോൾ കവിൾ അടച്ചൊരടി കിട്ടിയതുപോലെ അയാൾ നടുങ്ങി. കടലാസ് കവറിലിട്ടുകൊണ്ട് ഹരിപ്രസാദ് പറഞ്ഞു. ആ പെണ്ണിന് ഭ്രാന്ത സാർ. അർജുൻ തലയാട്ടി. എനിക്കും അങ്ങനെ തോന്നുന്നുണ്ട്. ആദ്യം ഏട്ടനാണെന്ന് പറയുക, പിന്നെ കൊലയാളിയാണെന്ന് തിരുത്തുക. 4-5 ദിവസം കഴിഞ്ഞ് വീണ്ടും വരും അവള്, ശ്രീധരനെ രക്ഷിക്കണമെന്നും പറഞ്ഞ്. ഈ പെണ്ണിന്റെ വാക്ക് വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങിയ കോടതിയിൽ നാണം കെടും, അതുറപ്പാ.
ഹരിപ്രസാദ് ഉള്ളിലെ പതർച്ച മറച്ചു വെച്ചുകൊണ്ട് ചിരിച്ചു. ശ്രീധരനെതിരെ കേസ് ചാർജ് ചെയ്തിട്ടുണ്ടോ? ഇല്ല സർ. 1000 അപരാധികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷ അനുഭവിച്ചുകൂടാ. റിലീസ് ഹിം ഇമ്മീഡിയറ്റ്ലി, ഹരിപ്രസാദ് പറഞ്ഞു. ബാലഗോപാലിനെ ഞാൻ കൊണ്ടുപോവാ സാർ. കുറച്ചു കാര്യങ്ങൾ കൂടി ചോദിച്ചറിയാനുണ്ട്. അർജുൻ തലയാട്ടി. പിന്നെ ഓർമ്മിളയുടെ ഈ സ്റ്റേറ്റ്മെന്റ് അതും വേണം. ഒരുമ്പെട്ടോള് പോലീസിനെ എന്തിനാ കുരങ്ങ് കളിപ്പിക്കുന്നതെന്ന് അറിയാനാ. ഓക്കെ. ബാലഗോപാലിനെ ഹരിപ്രസാദ് വാതിലിന് നേരെ ആഞ്ഞു തള്ളി. നടക്കടാ. പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ അർജുൻ വിളിച്ചു. മിസ്റ്റർ ഹരിപ്രസാദ് സർ. അയാൾ തിരിഞ്ഞു. ഒരിക്കൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ കുപ്പായം നിങ്ങൾക്ക് ചേരില്ലെന്ന്. ആ വാക്കുകൾ തിരിച്ചെടുക്കുന്നു. യു ആർ വെരി സ്മാർട്ട് ആൻഡ് ഇന്റലിജന്റ്. താങ്ക് യു സർ. ബാലഗോപാലിനെയും കൊണ്ട് ഹരിപ്രസാദ് പുറത്തേക്കിറങ്ങി. ശബ്ദം താഴ്ത്തി അർജുൻ പറഞ്ഞു. ഇനി കാക്കിക്കുള്ളിലുള്ള ഈ ക്രിമിനലിനെ പോലീസ് എന്ന വാക്കിന്റെ അർത്ഥം പഠിപ്പിക്കണം. തൊട്ടടുത്ത് ഇടിമുഴങ്ങുന്നത് പോലെ കാൽപെരുമാറ്റം കേട്ടപ്പോൾ രുക്മിണി പിടഞ്ഞെഴുന്നേറ്റു. മുന്നിൽ കൊലച്ചിരിയുമായി മാധവൻ തമ്പി നിൽക്കുന്നു. രുക്മിണി ആക്രോശിച്ചു. എന്റെ മോനെവിടെ? ജുബയുടെ പോക്കറ്റിൽ നിന്നും പിസ്റ്റൾ എടുത്തുകൊണ്ട് തമ്പി പറഞ്ഞു. കൂട്ടിക്കൊണ്ടുവരാൻ ആളെ വിട്ടിട്ടുണ്ട്. സന്തോഷം കൊണ്ട് വീർപ്പ് മുട്ടുമ്പോ പറഞ്ഞു തന്നതൊന്നും മറന്നു പോകരുത്. തമ്പി പിസ്റ്റൾ അവളുടെ നേരെ നീട്ടി. ലോഡ് ചെയ്തതാ. നിന്റെ മോന് ഇതിലൊരെണ്ണം മതി. ബാക്കിയുള്ളത് മുഴുവൻ നിനക്കാ രുക്മണി. എന്തിനാണോ മോന്റെ മുന്നിലിട്ട് തന്നെ പലവട്ടം നിന്റെ ഈ നെഞ്ചു തുളയ്ക്കാൻ. അപ്പോൾ ബംഗ്ലാവിന് മുന്നിൽ ഒരു കാർ വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടു. വന്നു തോന്നുന്നു. ഉടനെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടേക്കാൻ ഞാൻ. തമ്പി തിടുക്കത്തിൽ കാറിനടുത്തേക്ക് ചെന്നു. പിൻസീറ്റിൽ ശിലാപ്രതിമ പോലെ ഇരുന്നിരുന്ന ശ്രീധരനെ നോക്കി അയാൾ പറഞ്ഞു. ചോര മണക്കില്ലേ ശ്രീധര? ഉണ്ടാവും. നീ തല്ലി പാതി ജീവനാക്കി വിട്ടവരൊക്കെ നെഞ്ചു പിളർന്ന് കരഞ്ഞത് ഈ മുറ്റത്ത് വീണുരുണ്ടിട്ടാ. അവറ്റകൾക്കൊന്നും നമ്മളൊന്നും ഒരു തുള്ളി വെള്ളം പോലും കൊടുത്തിട്ടില്ല. പിന്നെ എങ്ങനെയാ ശ്രീധര എനിക്ക് നിനക്കുമൊക്കെ മനുഷ്യനാന്ന് പറയാൻ പറ്റണത്? വിവശനായി കുനിഞ്ഞ മുഖത്തോടെ ശ്രീധരൻ കാറിനുള്ളിൽ നിന്നും പുറത്തിറങ്ങി. തമ്പി ചിരിച്ചു. മറന്നു, അമ്മയെ കാണാൻ വന്നതല്ലേ നീ? അപ്പോ ചോരയുടെ കഥയൊന്നും പറയാൻ പാടില്ല. എന്നാ പൊയ്ക്കോ. നമ്മള് ശവങ്ങൾ കൂട്ടിയിടാറില്ല ഒരു മുറിയില്ലേ ഗോഡൌണില്, അവിടെ ഉണ്ട് നിന്റെ അമ്മ. ശ്രീധരൻ ഞെട്ടലോടെ മുഖമുയർത്തി. തമ്പി തുടർന്നു. പേടിക്കണ്ട, ഇപ്പോഴും ജീവനുണ്ട്. പിച്ച വെക്കുന്നത് പോലെയാണ് ശ്രീധരൻ നടന്നത്. കാതുകളിൽ ഒരു ജന്മം മുഴുവൻ വേട്ടയാടിക്കൊണ്ടിരുന്ന അവ്യക്തമായ താരാട്ടുണ്ടായിരുന്നു. അമ്മ എന്ന പ്രണവം പലവട്ടം ഉള്ളിൽ പിടഞ്ഞു. വാതിൽക്കൽ എത്തിയപ്പോൾ ശ്രീധരന്റെ ഹൃദയമെടുപ്പ് വേഗത്തിലായി. ആർത്തിയോടെ അയാളുടെ കണ്ണുകൾ അങ്ങുമിങ്ങും പരതി. ഇരുട്ടും വെളിച്ചവും ഒളിച്ചു കളിച്ചിരുന്ന ആ മുറിയിൽ ഉറഞ്ഞ കണ്ണുനീർ തുള്ളി പോലെ ഒരു സ്ത്രീ രൂപം അയാൾ കണ്ടു. അറിയാതെ ചുണ്ടുകൾ അനങ്ങി. അമ്മ. ഞൊടിയിടയിൽ കാലം ചിറകടിച്ച് പിന്നോട്ട് വളർന്നു. ഓർമ്മയുടെ അങ്ങേയറ്റത്തു നിന്നാണ് രുക്മിണി ആ വിളി കേട്ടത്. മോനെ എന്ന നിലവിളിയോടെ അവൾ മുന്നോട്ട് കുതിച്ചു. ശ്രീധരൻ രുക്മിണിയെ കൈകളിൽ കോരിയെടുത്തു. രുക്മിണി വാടിയ ചേമ്പില പോലെ അയാളുടെ നെഞ്ചിലേക്ക് വീണു. അവരുടെ കൈകൾ ശ്രീധരന്റെ നെഞ്ചിൽ ഭ്രാന്ത് പിടിച്ചതുപോലെ അലഞ്ഞു നടന്നു. കുഞ്ഞുനാളിൽ വിളക്ക് മറിഞ്ഞു വീണപാട് തേടുകയായിരുന്നു രുക്മിണി. ഒടുവിൽ അവൾ അത് കണ്ടെത്തി. മോൻ, എന്റെ പൊന്നുമോൻ. കണ്ണീരൊഴുക്കി ശ്രീധരന്റെ കണ്ണ് നനഞ്ഞു. കരയാതിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് ശ്രീധരൻ പറഞ്ഞു. നല്ലവനായിന്ന് ഉള്ളുരുക്കി പറഞ്ഞിട്ടും ഈശ്വരൻ അത് കേട്ടിട്ടില്ല. പെറ്റമ്മയുടെ ജീവന് വിലയിട്ടുകൊണ്ട് തമ്പി മുതലാളി പുറത്ത് കാത്തു നിൽക്കണുണ്ട്. അമർത്തിയ ശബ്ദത്തിൽ രുക്മിണി പറഞ്ഞു. എന്നെ കുറിച്ചോർത്ത് നീ വിഷമിക്കണ്ട. പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു പോവില്ലെന്ന ധൈര്യത്തോടെ അയാളോട് പറഞ്ഞേക്ക്. ശ്രീധരന്റെ വാക്കുകൾ ഇടറി. പിന്നെ എന്താ ഉണ്ടാവുകയെന്നറിയോ? എന്റെ മുന്നിലിട്ട് തന്നെ ആ ദുഷ്ടൻ. കണ്ണിൽ നിറയെ കണ്ണീരുണ്ടായിട്ടും രുക്മിണി പുഞ്ചിരിച്ചു. അതിനെന്താ? നിന്നെ കണ്ടല്ലോ, തൊട്ടല്ലോ, മിണ്ടിയിലോ. ഈ അമ്മയ്ക്ക് അതിലും വലിയ പുണ്യം കിട്ടാനുണ്ടോ? എന്റെ മോൻ ആരുടെ മുന്നിലും തോൽക്കരുതെന്ന് കണ്ണടയുന്നത് വരെ ഈ അമ്മ പ്രാർത്ഥിക്കും. ഗദ്ഗതം കൊണ്ട് ശ്രീധരന് വാക്കുകൾ കിട്ടാതായി. എങ്കിൽ എങ്കിൽ പിന്നെന്തിനാ അമ്മയാന്ന് പറഞ്ഞ് എന്നെ കൊതിപ്പിച്ചത്? ഇങ്ങോട്ട് വരാതെ വയ്ക്കാമായിരുന്നില്ലേ? രുക്മിണി പറഞ്ഞു. ഇടയ്ക്കൊരു സ്വപ്നം കണ്ടു. അങ്ങനെ കരുതിക്കൂടെ നിനക്ക്? വൈകാണ്ടേ അതും മറക്കാൻ പറ്റും. ഒരേ ഒരു വാക്ക് മാത്രം തരണം എനിക്ക്. തമ്പിയെ ബാക്കി വെക്കരുത്. കൊല്ലണതിന് മുമ്പ് ഒരു കാര്യം നീ അയാളോട് ചോദിക്കണം. നിന്റെ അച്ഛൻ ആരാണെന്ന്. അതാ
ഈ അമ്മയ്ക്ക് വേണ്ടി നീ ചെയ്യേണ്ട ശേഷക്രിയ. അപ്പോൾ വാതിൽക്കൽ പരിഹസിച്ചുള്ള ഒരു ചിരി കേട്ടു. അമ്മയെ നെഞ്ചിൽ നിന്ന് അടർത്തി മാറ്റി ശ്രീധരൻ തിരിഞ്ഞു. അവിടെ കണ്ണിൽ കനലുകളുമായി മാധവൻ തമ്പി. അകത്തേക്ക് നടന്നുകൊണ്ട് അയാൾ പറഞ്ഞു, മകനെ കണ്ണു നിറയെ കാട്ടിത്തന്നിട്ടും ഉള്ളിലെ പകയടങ്ങിയില്ലല്ലോ രുക്മണി. രുക്മണിയുടെ ശബ്ദം വിറച്ചു. ഞാൻ മരിക്കുന്നത് വരെ ആ പക അടങ്ങില്ല തമ്പി. എന്നാൽ പിന്നെ ഒരു അപശകനം പോലെ എന്തിനാടി എന്റെ ഇവന്റെ ഇടയ്ക്ക് നീ? തമ്പി പിസ്റ്റൾ രുക്മണിയുടെ നെറ്റിയിൽ ചേർത്ത് വെച്ചു. ട്രിഗറിൽ വിരൽ തൊടുന്നതിന് മുമ്പ് ശ്രീധരൻ അട്ടഹസിച്ചു. അരുത്! പിസ്റ്റൾ അനക്കാതെ തമ്പി ചോദിച്ചു. ഈ പറഞ്ഞതിനർത്ഥം ഇനി എന്നും നീ എന്റെ കൂടെ ഉണ്ടാവുമെന്നല്ലേ? ശ്രീധരൻ ഉരുണ്ടു. അതെ. ഉന്മാദത്തോടെ ചിരിച്ചുകൊണ്ട് തമ്പി രുക്മണിയുടെ നെറ്റിയിൽ നിന്നും പിസ്റ്റൾ മാറ്റി. എങ്കിൽ ഇപ്പൊ നീ ഇത് വായിക്കണം. പോക്കറ്റിൽ നിന്നും 4 മടക്കിയ ഒരു കടലാസ് എടുത്ത് അയാൾ ശ്രീധരന്റെ നേരെ നീട്ടി. നിന്റെ പൊന്നു പെങ്ങൾ ഊർമിള SP അർജുന എഴുതി കൊടുത്ത എരിവും പൊളിയുമുള്ള പ്രേമലേഖനം. രോഷം കടിച്ചമർത്തിക്കൊണ്ടാണ് ശ്രീധരൻ ആ കടലാസ് വാങ്ങിയത്. വായിച്ചു തുടങ്ങിയപ്പോൾ ഓർക്കാപ്പുറത്ത് പിന്നിൽ നിന്ന് ആരോ കുത്തിയതുപോലെ അയാൾ നടുങ്ങി. കണ്ണുകളിൽ ഇരുട്ട് കയറി. മനസ്സും ശരീരവും ഒരുപോലെ മരവിച്ചു. കയ്യിലിരുന്ന് കടലാസ് വിറച്ചു. ഒരിറ്റ് സ്നേഹം ചോദിച്ചപ്പോൾ കടലോളം സ്നേഹം തന്ന് എന്തിനാണ് അവൾ തന്നെ ആശ്വസിപ്പിച്ചത്? കള്ളച്ചിരിയോടെ തമ്പി ചോദിച്ചു. ഞങ്ങൾ ആരും അറിയാണ്ട് ഒറ്റയ്ക്ക് സ്വാദു നോക്കാനായിരുന്നു ചേട്ടനാന്നും പറഞ്ഞുകൊണ്ട് നീ അറക്കൽ തറവാട്ടിൽ കയറി പൊറുതി തുടങ്ങിയത്? പരിഹസിക്കുകയാണെന്ന് അറിഞ്ഞിട്ടും അയാൾക്ക് മിണ്ടാനായില്ല. ജീവിതത്തിൽ ആദ്യമായി ശ്രീധരന്റെ നാവ് തളർന്നു. മനസ്സ് വെന്തുരുകി. തമ്പിയുടെ ശബ്ദമേർന്നു. ഇനി ആരെയും ആ നായിന്റെ മോള് സ്നേഹിക്കണോന്ന് പറഞ്ഞ് ചതിക്കരുത്. ചെല്ല്. ശ്രീധരൻ ചുറ്റും നോക്കി. ഗോഡൌണിന്റെ അറ്റത്ത് ഒരു വെട്ടുകത്തി കിടക്കുന്നത് അയാൾ കണ്ടു. അങ്ങോട്ട് ചെന്ന് ശ്രീധരൻ അത് എടുത്തപ്പോൾ തമ്പി ചിരിച്ചു. നീ ചിന്തിച്ചതാ ശരി, വെട്ടി നുറുക്കണം അവളെ. ശ്രീധരൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഒരാന്തലോടെ രുക്മണി വിളിച്ചു. മോനെ, അരുത്! ആ വിളി കേട്ടിട്ടും ശ്രീധരൻ തിരിഞ്ഞു നോക്കിയില്ല. അയാൾ പോയി കഴിഞ്ഞപ്പോൾ മാധവൻ തമ്പി പറഞ്ഞു, ഇത്ര പെട്ടെന്ന് അവനെ എനിക്ക് തിരിച്ചു കിട്ടുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയതല്ല. സഹായിച്ചത് ഈശ്വരനല്ല രുക്മണി, നീയാ. നന്ദിയുണ്ട്. എന്നാലും അതിനു പകരമായിട്ട് നിന്റെ ജീവൻ ചോദിക്കരുത്. അത് വെച്ച് എനിക്ക് ഇനിയും വിലപേശാനുള്ളതാ നമ്മുടെ നാട്ടിലെ ഒരു വമ്പൻ തിമിംഗലവുമായിട്ട്. രുക്മണി ഗർജിച്ചു. അത് ശ്രീധരന്റെ അച്ഛനല്ലേ? ആണെങ്കിൽ ആ മോഹം നിനക്ക് ഉപേക്ഷിക്കേണ്ടി വരും. തമ്പി ചിരിച്ചു. അതിന് നീ അയാളെ കൊന്നാലല്ലേ? പറ്റില്ല രുക്മണി. അത്രയ്ക്കും ഭദ്രമായിട്ടാ ശ്രീധരന്റെ അച്ഛനെ ഞാൻ എന്റെ നാവിൻ തുമ്പിൽ കാത്തു സൂക്ഷിച്ചിരിക്കുന്നത്. സൂക്ഷിച്ചോ. എനിക്ക് കഴിയാത്തത് എന്റെ മോൻ ചെയ്തു എന്ന് വരും. ഞാൻ ഒരുക്കി ഈ വല മുറിച്ച് ഇനി ശ്രീധരന് പുറത്തു വരാൻ പറ്റില്ല രുക്മണി. ആകെ ഉണ്ടായിരുന്ന ഒരു തടസ്സം ആ കഴിവുകളുടെ മോള. അത് ഇന്നില്ലാതാവും. മാധവൻ തമ്പി ബംഗ്ലാവിലേക്ക് നടന്നു. പോർട്ടിക്കോയിൽ നിന്നിരുന്ന സക്കറിയുടെ കയ്യിൽ പിസ്റ്റൾ കൊടുത്തിട്ട് അയാൾ പറഞ്ഞു, അറക്കൽ തറവാട്ടിലേക്ക് പൊയ്ക്കോ. ഊർമിള ജീവനോടെ ഇല്ലെന്ന് ഉറപ്പുവരുത്തിയിട്ടേ തിരിച്ചു വരാവൂ. സക്കറിയ തലയാട്ടി. ശ്രീധരൻ അപ്പോൾ അറക്കൽ തറവാട്ടിൽ എത്തിയിരുന്നു. ചുറ്റും നിറഞ്ഞ ഇരുട്ടായിരുന്നു. വീടിനുള്ളിലും വെളിച്ചം കണ്ടില്ല. യാന്ത്രികമായി ശ്രീധരൻ പിന്നിലെ വാതിലിന് നേരെ നടന്നു. വെട്ടുകത്തി ഉള്ളിൽ കടത്തി സാക്ഷയിൽ ചേർത്തമർത്തി തിക്കിയപ്പോൾ ദ്രവിച്ച പലകകൾ ഇണങ്ങി. സാക്ഷ നീങ്ങി വാതിൽ തുറന്നു. അയാൾ അകത്ത് കടന്നു. ഊർമിളയുടെ മുറി കണ്ടുപിടിക്കാൻ പ്രയാസമുണ്ടായില്ല. അകത്ത് കടന്ന് അയാൾ ലൈറ്റിന്റെ സ്വിച്ചിൽ വിരലമർത്തി. മുറിയിൽ പ്രകാശം പരന്നു. ബെഡിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്നു ഊർമിള, ചുണ്ടിലൂറിയ ഒരു പുഞ്ചിരിയോടെ. ഏതോ നല്ല സ്വപ്നം കാണുകയാണ് അവൾ എന്ന് ശ്രീധരന് മനസ്സിലായി. അടുത്തു ചെന്ന് അയാൾ അവളുടെ കവിളിൽ മെല്ലെ ഒന്ന് തൊട്ടു. സ്വപ്നം മുറിഞ്ഞതുപോലെ പൊടുന്നനെ ഊർമിളയുടെ ചുണ്ടിലെ ചിരി മാഞ്ഞു. ശ്രീധരൻ ഉറക്കെ വിളിച്ചു, ഊർമിളെ. ഊർമിള പിടഞ്ഞുണർന്നു. വിശ്വസിക്കാനായില്ല. തൊട്ടുമുന്നിൽ മരണം മനുഷ്യരൂപമെടുത്ത് വന്നതുപോലെ അയാൾ. ശ്രീധരൻ കണ്ടത് സ്വപ്നമാണോ സത്യമാണോ എന്നറിയാൻ അവൾ പലവട്ടം കണ്ണുകൾ ചിമ്മി തുറന്നു. ഒടുവിൽ ഉറപ്പായി, സ്വപ്നമല്ല, സത്യം. ഉറക്കെ നിലവിളിച്ചുകൊണ്ടവൾ പിടഞ്ഞെണീറ്റു. നിസ്സംഗനായി ശ്രീധരൻ ചോദിച്ചു, എന്തിനാ പേടിക്കണത്? നിന്റെ ഏട്ടനല്ലേ ഞാൻ. ശ്രീധരൻ പിടിച്ചു നിർത്തിയതുപോലെ നിലവിളി നിന്നു. എങ്കിലും ശ്രീധരന്റെ കയ്യിലെ വെട്ടുകത്തിയിലേക്ക് ഊർമിള പേടിയോടെ നോക്കി. പിന്നെയും ശ്രീധരൻ ചോദിച്ചു, മൃഗമായിരുന്നു എന്നെ മനുഷ്യനാക്കി മാറ്റിയവളല്ലേ നീ? ഉള്ളീന്ന് ചോരക്കഴ മുഴുവനും മായ്ച്ചു കളഞ്ഞില്ലേ? ശ്രീധരൻ ഇനി ആരെയും കൊല്ലില്ലാന്ന് നിനക്കറിയില്ലേ മോളെ? പിന്നെന്തിനാ നിലവിളിച്ചത്? പേടി മാറ്റി ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് ഊർമിള പറഞ്ഞു, കള്ളനെ പോലെ പതുങ്ങി മുറിയിൽ വന്ന ആരാ പേടിക്കാണ്ടിരിക്കുക?
കയ്യിലാണെങ്കിൽ ഒരു വെട്ടുകത്തി. പാതി ജീവൻ പോയി. അവളുടെ മുഖത്തു നിന്നും കണ്ണെടുക്കാതെ ശ്രീധരൻ നിശ്ചലനായി നിന്നു. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഊർമിള സാധാരണ നിലയിലായി. അല്ല, ഏട്ടനെന്താ ഈ നേരത്ത്? എങ്ങനെയാ ഈ മുറിയിൽ കയറിയത്? വാതില് പൊളിച്ചിട്ടുണ്ടാവും. പഴയ സ്വഭാവമൊന്നും ഇപ്പോഴും മറന്നിട്ടില്ല അല്ലേ? ലോക്കപ്പിൽ നിന്ന് ഇറങ്ങിയിട്ട് എവിടെയാ തെണ്ടാൻ പോയത്? ആദ്യം കണ്ടപ്പോ ഉറക്കെ കരഞ്ഞവളാ തന്മയത്വത്തോടെ അഭിനയിക്കുന്നത്. എങ്കിലും എപ്പോഴും തൊട്ടറിയാൻ പറ്റും നെഞ്ചിന്റെ പിടപ്പ്. നേരിൽ കണ്ടാൽ കടിച്ചു തിന്നാൻ വരുന്ന അഞ്ജന പോലും തന്നെ എങ്ങനെ ചതിച്ചിട്ടില്ല. പക്ഷെ ഇവൾ ചിരിച്ചുകൊണ്ട് കഴുത്തറക്കുകയായിരുന്നു. എന്തിന്? ചോദിക്കാൻ മറന്നു. ഊർമിളെ കാണാൻ വരുമ്പോ കയ്യിൽ എന്തിനാ ഒരു വെട്ടുകത്തി? പിന്നെ ആരെങ്കിലും പറഞ്ഞോ എന്റെ കഴുത്തറക്കാൻ? ഊർമിള ചിരിച്ചു. അങ്ങനെ വല്ല ഉദ്ദേശം ഉണ്ടെങ്കിൽ ഇപ്പൊ പറയണം. സാരിയിൽ ഒരു കുരുക്കുണ്ടാക്കാൻ എനിക്ക് അധിക നേരമൊന്നും വേണ്ട. ഇനി എന്റെ ഏട്ടൻ ആരെയും കൊല്ലാൻ പാടില്ല, അതുകൊണ്ടാ. ഒരു നിമിഷം പോലും വൈകാതെ ശ്രീധരൻ ചോദിച്ചു. എങ്കിൽ പിന്നെ എന്തിനാ ചന്ദ്രചൂഡനെ ഞാനാ കൊന്നതെന്ന് നീ അർജുൻ സാറിനോട് പറഞ്ഞത്? തീക്കനലിൽ ചവിട്ടിയതുപോലെ ഊർമിള പൊളഞ്ഞുപോയി. ചുണ്ടിലെ ചിരി കെട്ടു. എന്തിനാ നിന്നെ ഞാൻ നശിപ്പിക്കാൻ ശ്രമിച്ചുവെന്ന് അയാൾക്ക് എഴുതി കൊടുത്തത്? ശ്രീധരൻ എല്ലാം അറിഞ്ഞുവെന്ന് ഊർമിളയ്ക്ക് മനസ്സിലായി. രക്ഷപ്പെടാനുള്ള അവസാന ശ്രമം പോലെ അവൾ പറഞ്ഞു. കേസിന് ബലം കിട്ടാൻ അങ്ങനെയൊക്കെ പറയണമെന്ന് അയാൾ എന്നെ നിർബന്ധിച്ചു കേട്ടാ. ഒരുപാട് ഉപദ്രവിക്കുകയും ചെയ്തു. അപ്പോ ശ്രീധരൻ ഗർജിച്ചു. നുണ പറയണ്ട. SP അർജുൻ അങ്ങനെയുള്ള ഒരു ഓഫീസർ അല്ല. എല്ലാം നീ സ്വയം പറഞ്ഞതാ. അതെന്തിനാണെന്ന് എനിക്കറിയണം ഊർമിളെ. തൂക്കുമരത്തിൽ കിടന്ന ആടണ എന്റെ ശവം കാണാൻ അത്രയ്ക്കും കൊതിയായിരുന്നു നിനക്ക്? ഇനി ഒളിച്ചു കളിക്കാനാവില്ലെന്ന് ഊർമിളയ്ക്ക് മനസ്സിലായി. എല്ലാം അറിഞ്ഞിട്ട് കൊല്ലാൻ വന്നതാണ് ഇയാൾ. എത്ര ഉറക്കെ നിലവിളിച്ചാലും ആരും രക്ഷിക്കാൻ വരില്ല. ഊർമിളയുടെ മരണം ശ്രീധരന്റെ കൈകൊണ്ടാണെന്ന് അറിയാത്തവരായി ആരുണ്ട് ഈ നാട്ടിൽ? ശപിക്കപ്പെട്ട ഈ പെണ്ണിനെ അവൻ കൊന്നൂന്ന് കേൾക്കുമ്പോ എല്ലാവർക്കും സന്തോഷാവും. സ്നേഹം നടിച്ച് ഊർമിള ശ്രീധരനെ അറക്കൽ തറവാട്ടിലേക്ക് കൊണ്ടുവന്നത് എന്തിനാണെന്ന് ഉന്മാദത്തോടെ വിളിച്ചു പറയണം. പിന്നെ വൈകിയില്ല. കൂസലില്ലാതെ ഊർമിള പറഞ്ഞു. കൊതിയല്ല, ഒരുതരം ആർത്തിയായിരുന്നു എനിക്ക്. നീ തൂക്കുമരത്തിൽ കിടന്ന് പെടഞ്ഞ് ചത്തൂന്ന് കേൾക്കാനുള്ള ആർത്തി. അപ്പോൾ നടുങ്ങിയത് ശ്രീധരനാണ്. എന്തിന്? എന്റെ അച്ഛനെയും അമ്മയും കൊന്നതിന് പകരമായിട്ട്. എങ്കിൽ ആശുപത്രിയിൽ നിന്ന് വന്ന അന്ന് തന്നെ നിനക്ക് എന്നെ കൊല്ലാമായിരുന്നില്ലേ? ചോറിൽ വിഷം ചേർക്കാമായിരുന്നില്ലേ? അല്ലെങ്കിൽ നെഞ്ചിലൊരു കത്തി കുത്തി ഇറക്കാമായിരുന്നില്ലേ? ആ ശിക്ഷയൊന്നും പോരെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് നിനക്ക് വേണ്ടി ഞാൻ എന്റെ മനസ്സിലൊരു കൊലമരം ഒരുക്കി. ദേഹമാസകലം പെട്രോൾ ഒഴിച്ച് കത്തുന്ന ഒരു തീപന്തമായി മാറിയിട്ട് നാട് മുഴുവൻ ഓടി നടന്ന് നീയാണത് ചെയ്തതെന്ന് അലറി വിളിച്ച് കരയുമായിരുന്നു ഞാൻ. നിന്നെ തൂക്കുമരത്തിന്റെ ചുവട്ടിലെത്തിക്കാൻ മനസ്സ് പറഞ്ഞു തരുന്നതൊക്കെ അക്ഷരം പ്രതി അനുസരിക്കുമായിരുന്നു ഞാൻ. ശ്രീധരനെ വട്ടം പിടിച്ചുലച്ചുകൊണ്ട് ഊർമിള ഗർജിച്ചു. അതിനാ നിന്നെ ഏട്ടനെന്ന് വിളിച്ച് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്. കൂടെ പിറന്ന പെങ്ങളായിട്ട് അഭിനയിച്ചത്. കണ്ണീരിന്റെ ഉപ്പ് പുരട്ടി ചോറ് തന്നത്. ഉള്ളിലൊരു കടൽ ഇളകിയിട്ടും ശ്രീധരൻ നിയന്ത്രിച്ചു. നിന്റെ അച്ഛനും അമ്മയും സ്വയം മരിച്ചതല്ലേ ഊർമിളെ? ഞാൻ കൊന്നതല്ലല്ലോ. പണ്ടെങ്ങോ പറഞ്ഞു പോയൊരു പാഴ്വാക്കിന്റെ പേരിൽ അവിവേകം കാട്ടിയിട്ട് നിങ്ങളൊക്കെ എന്നെയല്ലേ ശിക്ഷിച്ചത്? ചെയ്തു കൂട്ടിയ പാപങ്ങൾക്ക് മനസ്സു മാറിയുന്ന ഒരു വെറും വാക്കുകൊണ്ട് പ്രായശ്ചിത്തം ചെയ്യാൻ പറ്റില്ല. ഈ വൃത്തികെട്ട ജീവൻ തന്നാ പോലും നീ വീഴ്ത്തിയ ചോരയ്ക്കും കണ്ണീരിനും പകരമാവില്ല. കൊല്ലാനല്ലേ വന്നത്? കൊന്നിട്ട് പൊയ്ക്കോ വേഗം. വാക്കുകളിലെ നനവ് മറിച്ചുകൊണ്ട് ശ്രീധരൻ പറഞ്ഞു. വെറുതെ ആണെങ്കിലും ഒരുപാട് തവണ നീ എന്നെ ഏട്ടാന്ന് വിളിച്ചുല്ലോ. അഭിനയിച്ചതാണെങ്കിലും ആവശ്യത്തിലധികം സ്നേഹം തന്നൂലോ. നുണയാണെങ്കിലും നാട്ടുകാരോടൊക്കെ ശ്രീധരൻ നല്ലവനാണെന്ന് പറഞ്ഞൂലോ. ഊർമിളയെ തള്ളി മാറ്റിക്കൊണ്ട് അയാൾ തിരിഞ്ഞു. പക്ഷെ ഊർമിളെ, ഞാൻ നിനക്ക് തന്ന സ്നേഹം തെളിഞ്ഞു കത്തുന്ന നിലവിളക്ക് പോലെ സത്യമായിരുന്നു. ഈ നിമിഷവും ആ സ്നേഹത്തിന് ഒട്ടും കുറവ് വന്നിട്ടില്ല. അയാൾ കയ്യിലിരുന്ന വെട്ടുകത്തി ഊർമിളയുടെ നേരെ നീട്ടി. നിന്നെ കൊല്ലാനല്ല, നിന്റെ കാൽച്ചൂട്ടിൽ കിടന്ന് പിടഞ്ഞു മരിക്കാൻ വേണ്ടിയാ ഞാൻ ഇങ്ങോട്ട് വന്നത്. വെട്ടുകത്തി ബെഡിലേക്ക് ഇട്ടിട്ട് അയാൾ ഊർമിളയുടെ മൃദുവായ കൈകളിൽ മെല്ലെ തൊട്ടു. എന്റെ ശവം കണ്ടു കഴിഞ്ഞാലെങ്കിലും പകയടക്കണം. അരുതാത്തൊരു നോട്ടം കൊണ്ട് പോലും ഞാൻ നിന്നെ നോവിച്ചിട്ടില്ലാന്ന് ഈ നാട്ടിലുള്ളവരോടൊക്കെ പറയണം. മനുഷ്യനായിട്ട് ജീവിക്കാൻ പറ്റിയില്ല, എന്നാലും മനുഷ്യനായിട്ട് മരിച്ചോട്ടെ ഞാൻ. അപ്പോൾ അതുവരെ പ്രക്ഷുബ്ധമായിരുന്ന ഊർമിളയുടെ മനസ്സ് അവൾ അറിയാതെ ആർദ്രമായി. ഉള്ളിൽ കാത്തുവെച്ചിരുന്ന കനലുകൾ നനഞ്ഞു പോകുമോ എന്നവൾ പേടിച്ചു. മരിക്കാതെ ബാക്കിയായത് അച്ഛനായിരുന്നെങ്കിൽ ശ്രീധരനെ ശിക്ഷിക്കുമായിരുന്നോ? ഒരുപാട് കുഞ്ഞുങ്ങളെ നേർവഴിക്ക് നയിച്ച ദാമുവാശാൻ മാനസാന്തരപ്പെട്ടു വന്ന ഒരു കുറ്റവാളിയെ വീണ്ടും തൂക്കുമരത്തിന്റെ ചുവട്ടിലേക്ക് അയക്കുമായിരുന്നു. തുറന്നു കിടന്നിരുന്ന വാതിലൂടെ
അകത്തേക്ക് വന്ന ഒരു ഈറൻ കാറ്റ് അവളെ വന്ന് തലോടി. പതിഞ്ഞ ശബ്ദത്തിൽ ഊർമിള പറഞ്ഞു, എനിക്ക് ആരെയും കൊല്ലണമെന്നില്ല. ശ്രീധരൻ വാതിലിന് നേരെ തിരിഞ്ഞു. എങ്കിൽ കഴിഞ്ഞ കാലത്തിന്റെ തുടർച്ച പോലെ ഇനി എനിക്ക് ജീവിക്കേണ്ടി വരും. ഞാൻ നിന്നെ ബാക്കി വെച്ചു എന്നറിയുമ്പോ തമ്പി മുതലാളിയുടെ ബംഗ്ലാവിൽ നിന്ന് ഒരു സാധു സ്ത്രീയുടെ നിലവിളി ഉയരും. എന്റെ അമ്മയുടെ. കേട്ടത് വിശ്വസിക്കാനാവാത്തതുപോലെ ഊർമിള ശ്രീധരനെ നോക്കി. മുന്നോട്ട് നടന്നുകൊണ്ട് അയാൾ പറഞ്ഞു, അങ്ങനെ സംഭവിച്ച അയാളെ ഞാൻ ഒരു കോടതിക്കും വിട്ടുകൊടുക്കില്ല. പെട്ടെന്നാണ് ശ്രീധരൻ വാതിലിന് പിന്നിലൊരു നിഴലണങ്ങുന്നത് കണ്ടത്. ഒപ്പം ഒരു കാൽപെരുമാറ്റവും കേട്ടു. പിടിച്ചു നിർത്തിയതുപോലെ അയാൾ നിന്നു. ആരാ അത്? മറുപടി പോലെ ഊർമിളയുടെ നേരെ ഒരു പിസ്റ്റലിന്റെ കുഴൽ നീണ്ടു. തടയാനായില്ല. അതിനു മുമ്പ് ഒരു ബുള്ളറ്റ് ചീറി വന്ന് വാതിൽ തുളച്ചു. മിന്നായം പോലെയാണ് ശ്രീധരൻ ലൈറ്റിന്റെ സ്വിച്ചിനടുത്തെത്തിയത്. മുറിയിൽ ഇരുട്ട് വീണപ്പോഴും പിസ്റ്റൾ ശബ്ദിച്ചു. അതിനു മുമ്പ് അയാൾ ഊർമിളയും കൊണ്ട് കട്ടിലിനടിയിലേക്ക് കമിഴ്ന്നിരുന്നു. അപ്പോൾ ഇരുട്ടിന്റെ ചീന്തിയെടുത്ത കീറ് പോലെ ഒരു രൂപം മുറിയിലേക്ക് വന്നു. ആ ഇരുട്ടിലും കൊല്ലാൻ വന്ന ആളെ ശ്രീധരന് മനസ്സിലായി. സക്കറിയ. ബെഡിനടുത്തേക്കാണ് അയാൾ നീങ്ങുന്നതെന്ന് മനസ്സിലായപ്പോൾ ശ്രീധരൻ മെല്ലെ ഇഴഞ്ഞ് പുറത്തേക്ക് വന്നു. സക്കറിയ പിസ്റ്റൾ ബെഡിന് നേരെ നീട്ടി. അതിനു മുമ്പേ ഇടിവാൾ പോലെ ശ്രീധരന്റെ മേലേക്ക് ഉയർന്നു. സക്കറിയ ഞെട്ടിത്തിരിഞ്ഞു. ഓർക്കപ്പുറത്ത് തോളിൽ തകർത്തുകൊണ്ട് ഒരു ഇടി വീണു. കയ്യിലെ പിസ്റ്റൾ തെറിച്ചു. വേദനയോടെ പൊളഞ്ഞുകൊണ്ട് അയാൾ ശ്രീധരനെ കടന്നു പിടിച്ചു. പിന്നെയും കിട്ടി. നെഞ്ചിൻ കൂടി ഞെരിച്ചുകൊണ്ട് ഒരു ഇടി കൂടി. പിന്നെ അവിടെ നടന്നത് ഒരു മല്ല യുദ്ധമാണ്. ഏറെ നേരം സക്കറിയയ്ക്ക് പിടിച്ചു നിൽക്കാനായില്ല. അയാൾ തളർന്നു വീണു. കട്ടിലിനടിയിൽ നിന്ന് പുറത്തു വന്ന് ഊർമിള ലൈറ്റിട്ടു. അവളെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ ശ്രീധരൻ താഴെ വീണ്ടു കിടക്കുന്ന പിസ്റ്റലെടുത്ത് എലിയിൽ തിരുകി. പിന്നെ സക്കറിയയെ പൊക്കിയെടുത്ത് തോളിലിട്ടു. ആശ്വസിപ്പിക്കാനായി ഒരു വാക്കെങ്കിലും പറഞ്ഞെങ്കിൽ ഇനിയും ശ്രീധരന്റെ കയ്യിൽ ചോര പുരളുമെന്ന് ഊർമിളയ്ക്ക് മനസ്സിലായി. ശത്രുവായിരുന്നെങ്കിലും താൻ അനാഥ ഇല്ലെന്ന തോന്നലുണ്ടായത് ഇയാൾ കാരണമാണ്. കൂടെ ശ്രീധരനുണ്ടെന്ന് അറിഞ്ഞതുകൊണ്ടാണ് മാധവൻ തമ്പി ഈ വീടിന് തീ കൊളുത്താതിരുന്നത്. വെറുക്കുന്നുവെന്ന് പറയുമ്പോഴും താൻ അറിയാതെ ഇയാളെ ഇഷ്ടപ്പെട്ടിരുന്നു. പെട്ടെന്ന് ഊർമിള വിളിച്ചു, ഏട്ടാ. തിരിഞ്ഞു നോക്കാതെ ശ്രീധരൻ പറഞ്ഞു, മനസ്സിന്ന് നീ തന്ന സ്നേഹവും കാരുണ്യവും ഒക്കെ ഇറക്കി വെച്ചിട്ടാ ഞാൻ ഈ പടിയിറങ്ങണത്. ഇനി അങ്ങനെ വിളിച്ച് എന്നെ ശിക്ഷിക്കരുത്. ഇത്രയും നാൾ കനലുകളെറിഞ്ഞ ഊർമിളയുടെ കണ്ണിൽ ആദ്യമായി ഒരു നേർത്തുള്ളി ഊറി. അപ്പോൾ SP ഓഫീസിന് പിന്നിലുള്ള രഹസ്യമായ ഒരു താവളത്തിൽ വെച്ച് ബാലഗോപാലിനെ ചോദ്യം ചെയ്യുകയായിരുന്നു അർജുൻ. എത്ര ചോദിച്ചിട്ടും അയാൾ കൂടുതലൊന്നും പറയുന്നില്ലെന്ന് കണ്ടപ്പോൾ രഘുവിന് ദേഷ്യം വന്നു. സാറ് അരമണിക്കൂർ നേരത്തേക്ക് ഇവൻ എനിക്ക് വിട്ടുതാ. തൊത്ത പറയും പോലെ ഞാൻ പറയിപ്പിക്കാൻ സത്യം. എത്ര നേരമെന്ന് വെച്ചാ ഇങ്ങനെ താരാട്ട് പാടുന്നു? അർജുൻ വീണ്ടും ചോദിച്ചു. ചന്ദ്രചൂഡിനെ കൊന്നുവെന്ന് പറഞ്ഞതിന് എത്ര ലക്ഷം കിട്ടി നിനക്ക്? അലക്ഷ്യമായി ബാലഗോപാലൻ പറഞ്ഞു. കൊന്നു വെറുതെ പറഞ്ഞതൊന്നുമല്ല സാറേ, ശരിക്കും കൊന്നതാ ഞാൻ. അത് ലക്ഷം കോടിയൊന്നും കിട്ടാൻ വേണ്ടിയിട്ടല്ല. എന്റെ 50,000-ല് പാതിയെങ്കിലും തന്നായിരുന്നെങ്കിൽ ആ ചെറ്റയെ കൊല്ലുകയിലായിരുന്നു ഞാൻ. അപ്പോൾ സബ് ഇൻസ്പെക്ടർ ജോയി അകത്തേക്ക് വന്നു. അയാൾ പറഞ്ഞു, അന്വേഷിച്ചു സർ. ഇവൻ ആകെ കൂടിയുള്ളത് ഒരു ചെറ്റക്കുടില. ഭാര്യയും മക്കളുമൊക്കെ പണ്ടേ ഉപേക്ഷിച്ചു പോയി. 50,000 പോയിട്ട് 5 രൂപ തികച്ചുണ്ടാക്കിയിട്ടില്ല അവൻ. കിട്ടിയതൊക്കെ കള്ളുകുടിച്ചു കളഞ്ഞു. അപ്പോഴിവൻ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്ന ഗൾഫ് കഥയോ പച്ചക്കള്ളമാണ് സർ. അർജുൻ ബാലഗോപാലിനെ നോക്കി. ഇനിയും നുണ പറഞ്ഞ എന്റെ സ്വഭാവം മാറും. ദേ കണ്ടില്ലേ, നിന്നെ കൊല്ലാനുള്ള കലയുണ്ട് രഘുവിന് ജോയിക്കും. വിട്ടുകൊടുത്താ അവരെന്തൊക്കെയാ ചെയ്യണതെന്ന് പറയാൻ പറ്റില്ല. വിഴുപ്പ് ചുമക്കാണ്ട് സത്യം സത്യമായിട്ട് അങ്ങ് പറഞ്ഞേക്ക്. പിന്നെ ബാലഗോപാലൻ കൂടുതലൊന്നും ആലോചിച്ചില്ല. വെട്ടിത്തുറന്ന് അയാൾ പറഞ്ഞു, കുറ്റം ഏറ്റെടുക്കണമെന്ന് പറഞ്ഞത് ആ DYSP സർ. ആര്? ഹരിപ്രസാദോ? ബാലഗോപാലൻ തലയാട്ടി. നിനക്ക് പണം തരാമെന്ന് പറഞ്ഞത് ആരാ? തമ്പി മുതലാളി. ജയിലിലായാലും നിന്നെ രക്ഷിക്കാമെന്ന് അയാൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ? ബാലഗോപാലൻ മൂളി. ഇനി എനിക്ക് ഒരു കാര്യം മാത്രം അറിഞ്ഞാൽ മതി. ആരാ ചന്ദ്രചൂഡിനെ കൊന്നത്? അതൊന്നും എനിക്ക് അറിയില്ല സർ. എന്നോട് പറഞ്ഞിട്ടില്ല. ചന്ദ്രചൂഡിനെ നിന്റെ ഈ DYSP സാറിന് നേരത്തെ പരിചയമുണ്ടായിരുന്നോ? എനിക്കറിയില്ല സർ. കുറ്റം ഏറ്റെടുക്കാമെന്ന് പറഞ്ഞിട്ടും അവരെന്തിനാ ബാലഗോപാല നിന്നെ തല്ലിച്ചതച്ചത്? തല്ലിച്ചതച്ചപ്പോഴാ കുറ്റം സമ്മതിച്ചതെന്ന് വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ടാ. കുറച്ച് ചോര പോയാലും നല്ല കാശ് കിട്ടൂലോ എന്ന് കരുതി എല്ലാം ഞാനങ്ങ് സഹിച്ചു. നേരത്തെ തന്നെ നീ അറിയുമായിരുന്നോ ഹരിപ്രസാദിനെയും മാധവൻ തമ്പിയെയും? ഇല്ല സർ. അർജുൻ ചിരിച്ചു. പിന്നെ എങ്ങനാ നിന്റെ മുഖത്തെ ഫോർ സെയിൽ ബോർഡ് അവർ വായിച്ചത്? ബാലഗോപാലൻ ഒരു നിമിഷം നിശബ്ദനായി. ഇത്രയൊക്കെ പറഞ്ഞില്ലേ?
ഇനി എന്തിനാ വാലും തുമ്പൊക്കെ ബാക്കി വെക്കണത്? അതും കൂടെ അങ്ങ് പറഞ്ഞേക്ക്. ഹരിസാറിനെ ഒരു തവണ ഞാൻ കണ്ടിട്ടുണ്ട്. കൗതുകത്തോടെ അർജുൻ ചോദിച്ചു. എവിടെ വെച്ച്? മാർത്താണ്ഡവർമ്മ പാലത്തിന്റെ അടുത്ത് വെച്ച്. എന്ന്? ചന്ദ്രചൂഡന്റെ കാല് പെരിയാറ്റിന്ന് കിട്ടിയില്ലേ, അന്നാ. അർജുൻ പിടഞ്ഞുണർന്നു. എപ്പോഴാ കണ്ടത്? സമയമൊന്നും ഓർമ്മയില്ല, എന്നാലും പാതിര കഴിഞ്ഞ. നീ എന്തിനാ ആ സമയത്ത് പാലത്തിന്റെ അടുത്ത് പോയത്? മടിച്ചു മടിച്ച് ബാലഗോപാലൻ പറഞ്ഞു. ആലുവയില് ഒരു ബാറില് 40 രൂപയ്ക്ക് പൈന്റ് കിട്ടുമെന്ന് കേട്ടു പോയതാ. ഒറ്റയടിക്ക് 2 പൈന്റ് അകത്താക്കിയപ്പോ തലയാകെ തിരിഞ്ഞുപോയി. പാലത്തിന്റെ അടുത്ത് ചെന്നപ്പോ കാല് വെച്ച് താഴെയുള്ള കുഴിയിലേക്ക് വീണുപോയി. കണ്ണു തുറന്നപ്പോ ചുറ്റും ഇരുട്ടാ. അപ്പോഴാ റോഡില് ജീപ്പ് നിർത്തി ഹരിസാറ് താഴേക്കിറങ്ങി വന്നത്. അപ്പൊ തന്നെ കവിളടച്ചൊന്ന് തന്നു. പിന്നെയാ പേരും അഡ്രസ്സും ഒക്കെ ചോദിച്ചത്. നാവ് കുഴഞ്ഞ് എന്തൊക്കെയോ പറഞ്ഞു. അപ്പോഴും കിട്ടി 2 കൂടെ. ചന്ദ്രചൂഡന്റെ വീട്ടിലെ ജോലിക്കാരനാണെന്ന് പറഞ്ഞപ്പോഴാ അടി നിർത്തിയത്. എപ്പം വിളിച്ചാലും വരണമെന്ന് പറഞ്ഞ് ഏതാണ്ടൊക്കെ എഴുതിയെടുത്തു. അർജുൻ ചോദിച്ചു. വേറെ എന്തൊക്കെ ചോദിച്ചു അയാള്? എന്തെങ്കിലും കണ്ടോന്നോ മറ്റോ? എന്നിട്ട്? കണ്ടത് ഞാൻ പറഞ്ഞു. എന്താ നീ കണ്ടത്? പാലത്തീന്ന് ഒരാൾ എന്തോ പുഴയിലേക്ക് വലിച്ചെറിയണത്. അയാള് വന്നത് ഹരിപ്രസാദിന്റെ കൂടെയാണോ? ബാലഗോപാലൻ തലയാട്ടി. രഘുവിനെയും ജോയിയെയും മാറി മാറി നോക്കിക്കൊണ്ട് അർജുൻ പറഞ്ഞു. കപ്പലിൽ തന്നെയാണ് കള്ളനുള്ളത്. ഇപ്പൊ തന്നെ DIGയെ വിളിക്കണം. DGPക്ക് ഡീറ്റെയിൽ ആയ റിപ്പോർട്ട് ഫാക്സ് ചെയ്യണം. പിന്നെ ഹരിപ്രസാദിനെ കാണണം. ദേശീയ പതാകയുടെ വിശുദ്ധിയുള്ള കാക്കി കുപ്പായം ആർക്കൊക്കെയാ കൈ തുടയ്ക്കാൻ കൊടുത്തിട്ടുള്ളതെന്ന് അറിയാൻ. ആ കൂടിക്കാഴ്ച നാളെ രാവിലെ. മാധവൻ തമ്പിയുടെ ബംഗ്ലാവിന്റെ ഇരുമ്പ് ഗേറ്റ് ചവിട്ടി തുറന്നാണ് ശ്രീധരൻ അകത്ത് കടന്നത്. അയാൾ ആദ്യം പോയത് ഗോഡൌണിലേക്കാണ്. അകത്ത് കയറി രുക്മിണിയെ പൂട്ടിയിട്ടിരുന്ന മുറിയുടെ മുന്നിൽ എത്തിയപ്പോൾ തോളിൽ കിടന്നിരുന്ന സക്കറിയ ഒന്ന് പിടഞ്ഞു. കൈ ചുരുട്ടി മൂക്കിന് ഇടി കൊടുത്തിട്ട് ശ്രീധരൻ പറഞ്ഞു. മിണ്ടരുത്, കൊല്ലു ഞാൻ. ഒരു ബുള്ളറ്റ് ചീറി വന്ന് പൂട്ട് പിളർന്നു. ശ്രീധരൻ വാതിൽ തുറന്ന് അകത്ത് കടന്നു. രുക്മിണിയെ അവിടെ എങ്ങും കണ്ടില്ല. ശ്രീധരൻ കൊടുങ്കാറ്റ് പോലെ ബംഗ്ലാവിലേക്ക് നീങ്ങി. പോർട്ടിക്കോയിൽ എത്തിയപ്പോൾ സക്കറിയെ ഫ്ലോറിലേക്ക് ഇട്ടു. പിന്നെ പിസ്റ്റളിന്റെ കുഴൽ കൊണ്ട് കോളിംഗ് ബെല്ലിന്റെ സ്വിച്ച് അമർത്തി. അകത്ത് നീണ്ട മണിനാഥം കേട്ടു. സൂര്യൻ ഉദിച്ചതുപോലെയാണ് ബംഗ്ലാവിന് ചുറ്റും ലൈറ്റുകൾ തെളിഞ്ഞത്. അലസമായി വാതിൽ തുറന്ന് പുറത്തു വന്ന മാധവൻ തമ്പി ആദ്യം കണ്ടത് ഒരു പിസ്റ്റളിന്റെ മുനയാണ്. ഊർമിളയെ കൊല്ലാൻ വേണ്ടി സക്കറിയുടെ കയ്യിൽ കൊടുത്തുവിട്ടിരുന്ന അതേ പിസ്റ്റൾ. ആ നിമിഷം തന്നെ അയാൾ ഫ്ലോറിൽ ചുരുണ്ടു മടങ്ങിക്കിടന്നിരുന്ന സക്കറിയെയും കണ്ടു. ശ്രീധരൻ ഗർജിച്ചു. എന്റെ അമ്മയുടെ? അക്ഷോഭിനായി തമ്പി ചോദിച്ചു. ഗോഡൌണിൽ നീ അവളെ കണ്ടില്ലേ? രാജവെമ്പാലയെ പോലെ ചീറിക്കൊണ്ട് ശ്രീധരൻ മുന്നോട്ടെടുത്തു. സത്യം പറഞ്ഞില്ലെങ്കിൽ കടപ്പാടിന്റെ കണക്കുകളൊക്കെ മറക്കും ഞാൻ. തമ്പി പുച്ഛത്തോടെ ശ്രീധരനെ നോക്കി. ഇനി എന്ത് കണക്കാടാ ബാക്കിയുള്ളത്? കയ്യിൽ കിട്ടിയപ്പോ തന്നെ നിന്നെ കഴുത്ത് ഞെരിച്ച് കൊല്ലാത്തതോ? അങ്ങനെ ചെയ്യേണ്ടിരുന്നത് വാത്സല്യം കൊണ്ടല്ലല്ലോ, പിശാചാക്കി മാറ്റി എന്നെ കൂടെ നിർത്താനല്ലേ? തമ്പി പറഞ്ഞു. ശരിയാ ശ്രീധര, എനിക്ക് വേണ്ടിയിരുന്നത് ഒരു മനുഷ്യക്കുഞ്ഞിനെ ആയിരുന്നില്ല. അതുകൊണ്ടാ താരാട്ടിന് പകരം നെഞ്ചുരുകിയുള്ള നിലവിളി കേൾപ്പിച്ചത്, കളിപ്പാട്ടത്തിന് പകരം തോക്കും കത്തിയും ഒക്കെ വാങ്ങിച്ചു തന്നത്. അന്ന് നീ ഏറെ കണ്ടിട്ടുള്ളത് ജീവിച്ചിരിക്കുന്ന മനുഷ്യരെയല്ല, പെരിയാറ്റിൽ ഒഴുകി നടക്കണ ശവങ്ങളാ. ശ്രീധരൻ പല്ലു ഞെരിച്ചു. ചാവാൻ പേടിയുണ്ട് അല്ലേ? അതുകൊണ്ടല്ലേ ഈ പഴങ്കഥകളുടെ കെട്ടഴിച്ചത്? എന്റെ അമ്മയ്ക്ക് പകരം ജീവനില്ലാത്ത ശരീരമാണ് കാട്ടിത്തരണതെങ്കിൽ ആ നിമിഷം നിങ്ങളെ ഞാൻ കൊല്ലു. ജലുച്ചിക്കൊണ്ട് തമ്പി ശ്രീധരന്റെ തൊട്ടടുത്തെത്തി. എന്തു പറഞ്ഞടാ നായിന്റെ മോനെ? ശ്രീധരൻ പിസ്റ്റൾ തമ്പിയുടെ നെറ്റിയിൽ ചേർത്ത് വെച്ചു. എന്നെ ഇതുപയോഗിക്കാൻ പഠിപ്പിച്ചത് നിങ്ങളാണ്. അന്ന് പറഞ്ഞു തന്ന ഒരു പാഠമുണ്ട്. ശത്രു ജനിപ്പിച്ച തന്തയായാലും കൈ വിറക്കരുത്. തമ്പിയുടെ കണ്ണുകളിലേക്ക് നോക്കി ശ്രീധരൻ കൂട്ടിച്ചേർത്തു. സംശയിക്കണ്ട, കടപ്പാടിന്റെ ഒരു കണക്കും ഇപ്പോഴെനിക്ക് മനസ്സിലാവില്ല. കൊല്ലാൻ തന്നെയാണ് ശ്രീധരൻ വന്നതെന്ന് ഉറപ്പായപ്പോൾ തമ്പിയുടെ ശബ്ദം താഴ്ന്നു. പേടിക്കേണ്ട, രുക്മിണിയെ ഞാൻ കൊന്നിട്ടില്ല. പക്ഷെ അവൾ ഇപ്പോഴും ഇവിടെ ഇല്ല. കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തു വെച്ചിട്ടും രക്ഷപ്പെട്ടു പോയി. നിങ്ങൾ നുണയാണ് പറയണത്. അല്ല ശ്രീധര, നുണയല്ല, സത്യം. പിന്നാലെ ആളെ വിട്ടിട്ടുണ്ട്. ശവമെങ്കിലും കിട്ടാതിരിക്കില്ല. തമ്പിയുടെ നെറ്റിയിൽ പിസ്റ്റൾ ചേർത്ത് അമർത്തിക്കൊണ്ട് ശ്രീധരൻ പറഞ്ഞു. എന്നാൽ അത്രയും നേരം കൂടി നിങ്ങൾ ജീവിക്കും. പിന്നോട്ടൊഴിഞ്ഞു മാറിക്കൊണ്ട് തമ്പി ചോദിച്ചു. എന്നെ കൊന്ന നിന്റെ അച്ഛനാരാണെന്ന് പിന്നെ നിനക്ക് ആര് പറഞ്ഞു തരും? ശ്രീധരൻ നിശബ്ദനായത് കണ്ടപ്പോൾ തമ്പി ഉള്ളിൽ ചിരിച്ചു.
തള്ള ചത്താൽ ഒരു ശേഷക്രിയ ചെയ്യാനുണ്ട് നിനക്ക്. എള്ളും പൂവും ചന്ദനവും കൊണ്ടല്ല, എന്റെയും നിനക്ക് ജന്മം തന്നവന്റെയും ചോര കൊണ്ട്. അത് നിന്റെ അമ്മയുടെ അന്ത്യാഭിലാഷമാ ശ്രീധര, മറക്കരുത്. ശ്രീധരന്റെ മുഖം വിവർണമായി. ഇപ്പോ നിങ്ങൾക്കൊരു രക്ഷാകവചമായി നാവിൻ തുമ്പിൽ എന്റെ അച്ഛന്റെ പേരുണ്ട്. പക്ഷേ ചിലപ്പോ ഞാൻ തീരുമാനിച്ചൊന്നു വരും, ആ പേരറിയണ്ടെന്നും അയാളെ കാണണ്ടെന്നും. പിന്നെ ഞാൻ ഇങ്ങോട്ട് വരുന്നത് നിങ്ങൾക്ക് ഗുരുദക്ഷിണ തരാൻ വേണ്ടി മാത്രമായിരിക്കും. പിസ്റ്റൾ നീട്ടി ശ്രീധരൻ തമ്പിയുടെ ചുറ്റും നിറയൊഴിച്ചു. പോർട്ടിക്കോയിലെ ഫർണിച്ചർ തുള വീണ് അടർന്നു. പിസ്റ്റൾ അയാളുടെ മുന്നിലേക്ക് ഇട്ടുകൊടുത്തിട്ട് ശ്രീധരൻ തിരിഞ്ഞു നടന്നു. അപ്പോഴും തമ്പിയുടെ ചുണ്ടിൽ നേർത്ത ഒരു ചിരിയുണ്ടായിരുന്നു. കൈയും കാലും കൂട്ടിക്കെട്ടിയ നിലയിൽ രുക്മിണി അപ്പോൾ കറുത്ത അംബാസിഡർ കാറിനുള്ളിൽ ഉണ്ടായിരുന്നു. ഡ്രൈവ് ചെയ്തിരുന്നത് യൂസഫലിയാണ്. പുലരാറായപ്പോഴാണ് അയാൾ സത്യമംഗലത്തെ കൊടുങ്കാട്ടിലെത്തിയത്. ഏറുമാടത്തിനരികെ ചോരക്കണ്ണുകളുമായി കാത്തു നിന്നിരുന്ന ഭൈരവന്റെ കാൽച്ചുവട്ടിലേക്ക് രുക്മിണിയെ വലിച്ചെറിഞ്ഞിട്ട് യൂസഫ് അലി ചോദിച്ചു, ഒരുപാട് കാലമായില്ലേ സൂക്ഷിക്കാൻ തന്നിട്ട്? എന്നിട്ടും എന്താ ഇവളുടെ ഉള്ളിലെ തീ തല്ലിക്കെടുത്താത്തത്? അപ്പോൾ ഒരു ചാട്ടയുടെ സീൽക്കാരം ഉയർന്നു. രുക്മിണിയുടെ നെഞ്ചിൽ നീളത്തിലൊരു ചുമന്ന വര വീണു. രുക്മിണി ഉറക്കെ നിലവിളിച്ചു. കാട് അത് ഏറ്റുവിളിച്ചു. രുക്മിണിയുടെ ശരീരം ചോരയിൽ കുതിർന്നപ്പോൾ ചാട്ട വലിച്ചെറിഞ്ഞിട്ട് ഭൈരവൻ പറഞ്ഞു, ഈ കാടിന്റെ കണ്ണായിരുന്നു എന്റെ മണികണ്ഠൻ. അതാ ഇവൾ ചൂഴ്ന്നെടുത്തത്. ചത്തുപോയാലും ഞാൻ ഇവക്ക് മാപ്പ് കൊടുക്കില്ല. നേരം നന്നേ വെളുത്തിട്ടും തലേന്ന് കഴിച്ച ശിവാശ്രീകളുടെ ഹാങ് ഓവറിലായിരുന്നു ഹരിപ്രസാദ്. ഭാമിനി ബെഡ് കോഫിയുമായി വന്നിട്ടും അയാൾ അതറിഞ്ഞില്ല. കോഫി ടീപ്പോയിൽ വെച്ച് ഭാമിനി ഹരിപ്രസാദിനെ കുലുക്കി വിളിച്ചു. എന്തൊരു ഉറക്കം ഇത്! ദേ, മണി 9 കഴിഞ്ഞു. ഹരിപ്രസാദ് എഴുന്നേറ്റു. അലമാരി തുറന്ന് ശിവാശ്രീകളുടെ കുപ്പിയെടുത്തു. അതിൽ ബാക്കിയുണ്ടായിരുന്നത് അങ്ങനെ തന്നെ വായിലേക്ക് കമിഴ്ത്തുമ്പോൾ കോളിംബെൽ ശബ്ദിച്ചു. ചുണ്ടു തുടച്ചുകൊണ്ട് അയാൾ സ്വീകരണ മുറിയിലേക്ക് നടന്നു. അവിടെ ഒരു സോഫയിലിരുന്ന് അലസമായി പത്രം മറിച്ചു നോക്കുന്നുണ്ടായിരുന്നു അർജുൻ. അത്ഭുതത്തോടെ ഹരിപ്രസാദ് ചോദിച്ചു, സാറെന്താ പതിവില്ലാതെ? പത്രം മേശപ്പുറത്തിട്ടിട്ട് അർജുൻ എഴുന്നേറ്റു. മുഖവരൊന്നുമില്ലാതെ അയാൾ ചോദിച്ചു, ആരാ പ്രസാദെ ചന്ദ്രചൂഡനെ കൊന്നത്? ഒട്ടും താമസിക്കാതെ മറുപടി കിട്ടി, ബാലഗോപാലൻ. ഓർക്കാപ്പുറത്താണ് കവിളൊടച്ച് ഒരടി വീണത്. ഹരിപ്രസാദ് ഒന്ന് വട്ടം കറങ്ങി പിന്നോട്ട് വെച്ചു. അയാളുടെ ബനിയലിൽ കൂട്ടിപ്പിടിച്ച് അർജുൻ ഗർജിച്ചു, ആർക്കു വേണ്ടിയാണോ നീ ആ നാടകം കളിച്ചത്? കാര്യം പന്തിയില്ലെന്ന് കണ്ടപ്പോൾ ഹരിപ്രസാദ് അർജുന്റെ കൈ തട്ടി മാറ്റി. ഇത്രയും ദിവസം സീനിയർ ഓഫീസറാണെന്ന ഔദാര്യം ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ടാ തല്ലാൻ കൈ ധരിച്ചിട്ടും കൂടെ കൂടെ സല്യൂട്ട് തന്നത്. ഇനി എന്നെ തല്ലിയാൽ ആ റെസ്പെക്ട് നിങ്ങൾക്ക് കിട്ടില്ല. അർജുൻ അയാൾക്കൊരു തള്ളു കൊടുത്തു. ഹരിപ്രസാദ് സോഫയിലേക്ക് മറിഞ്ഞു വീണു. നിലവിളിച്ചുകൊണ്ട് ഭാമിനി ഓടി വന്നു. ഇനി അദ്ദേഹത്തെ ഒന്നും ചെയ്യില്ലേ സാർ, അർജുൻ പറഞ്ഞു. ഇപ്പോഴിവൻ പോലീസല്ല, കറതീർന്ന ക്രിമിനലാ. മാധവൻ തമ്പിയുടെ കാല് നക്കി കൊടുത്തിട്ടാ നിന്റെ ഭർത്താവ് കണക്കില്ലാതെ സമ്പാദിച്ചു കൂട്ടിയത്. ഈ ബംഗ്ലാവ് പോലും പണിതത് ചോര മണക്കണ ആ പണം കൊണ്ടാ. ഇവന് മാപ്പ് കൊടുക്കാൻ പറയണത് പോലും ക്രിമിനൽ കുറ്റമാണ്. ഹരിപ്രസാദ് പിടഞ്ഞെഴുന്നേറ്റു. ഇതൊക്കെ ചോദിക്കാൻ നീ ആരാടാ? ഇപ്പൊ ഇറങ്ങണം എന്റെ വീട്ടിൽ നിന്ന്, അല്ലെങ്കിൽ ഷൂട്ട് ചെയ്യും ഞാൻ. അർജുൻ പോക്കറ്റിൽ നിന്ന് റിവോൾവർ എടുത്ത് അയാളുടെ നെഞ്ചിലേക്ക് നീട്ടി. അതിനു മുമ്പ് എന്റെ ചോദ്യത്തിന് ഉത്തരം താ. ആരാ ചന്ദ്രചൂഡനെ കൊന്നത്? ഹരിപ്രസാദ് പെട്ടെന്ന് തിരിഞ്ഞു ഫോണിനടുത്തേക്ക് ഓടി. റിസീവർ എടുക്കാനായില്ല. അതിനു മുമ്പേ ഒരു ബുള്ളറ്റ് ചീറി വന്ന് ഫോൺ തകർത്തു. സെൽഫോൺ എടുക്കാനായി ഹരിപ്രസാദ് ബെഡ്റൂമിലേക്ക് കുതിച്ചു. പിന്നാലെ ചെന്ന് അർജുൻ അയാളെ വട്ടം പിടിച്ചു. കുതറി പിടിഞ്ഞിട്ടും രക്ഷപ്പെടാനായില്ല. നിന്നെ തുടരുതെന്ന് ആര് പറഞ്ഞാലും അവനെയും ഞാൻ പോക്കും. ഇനി നിനക്ക് രക്ഷപ്പെടാൻ പറ്റില്ല പ്രസാദെ. ഹരിപ്രസാദ് അട്ടഹസിച്ചു. അച്ഛനെ പോലെ ആയുസ് എത്താണ്ട് ചാവാൻ കാത്തു നിൽക്കണ്ട. അതേ കൊലയാളി നിന്നെയും വകവരുത്തും. അർജുൻ കൈ ചുരുട്ടി ഹരിപ്രസാദിന്റെ മുഖത്ത് ഒരു ഇടി കൊടുത്തു. പെട്ടെന്ന് ടീപ്പോയിലിരുന്ന സെൽഫോൺ ശബ്ദിച്ചു. ഹരിപ്രസാദിനെ തള്ളി കിടക്കയിലിട്ട് അർജുൻ ഫോൺ എടുത്തു. അങ്ങേ തലക്കിൽ നിന്നും മാധവൻ തമ്പിയുടെ ശബ്ദം കേട്ടു. പ്രസാദ് അല്ലേ? അല്ല, അർജുൻ. ലൈനിൽ തെല്ലു നേരത്തേക്ക് നിശബ്ദത വന്നു. എന്താ നാവിറങ്ങിപ്പോയത്? തമ്പി ചിരിച്ചു. വിളിക്കാൻ 5 മിനിറ്റ് വൈകിയല്ലോ എന്നോർത്തതാ ഞാൻ. അർജുൻ രോഷമടക്കിക്കൊണ്ട് പറഞ്ഞു. 5 മിനിറ്റ് അല്ല, അരമണിക്കൂറിലധികം വൈകി. നിന്റെ വളർത്തുപട്ടി ഇപ്പോ നടുവൊടിഞ്ഞ് ബെഡിൽ കിടക്കണുണ്ട്. ഉടനെ ഞാൻ ഇവനെ ലോക്കപ്പിലേക്ക് കൊണ്ടുപോകും. വെറുതെ കുറച്ച് കൊച്ചു വർത്തമാനം പറയാൻ. 5 മണിക്ക് മുമ്പേ കോർട്ടിൽ എത്തിച്ചു തരാം, അഡ്വക്കേറ്റിനോട് പറഞ്ഞേക്ക്. അപ്പോഴും തമ്പി ചിരിച്ചു. എന്നാലും സബോർഡിനേറ്റിനെ ഇങ്ങനെ തല്ലി ചതയ്ക്കാമോ അർജുൻ? രണ്ടുപേരും ധരിക്കുന്നത് ഒരേ കാക്കിയല്ലേ?
ആ പരിഗണനയെങ്കിലും കൊടുക്കാമായിരുന്നില്ലേ അയാൾക്ക്? കൊടുത്തല്ലോ. അതുകൊണ്ടാ ഇപ്പോഴും ജീവനോടെ ബാക്കിയുള്ളത്. ഇനി ഇവനെ ഞങ്ങൾക്ക് വേണ്ട തമ്പി. കൊണ്ടുപോയി ബംഗ്ലാവിന്റെ ഗേറ്റിൽ കാവൽ നിർത്തിക്കോ. അതിന് പറ്റിയത് അവനല്ല, നീയാ. കടന്നു വരുന്നത് ആഭ്യന്തരമന്ത്രി ആയാലും മോന്തയുടെ ഷേപ്പ് മാറ്റില്ലേ? വരുന്നോ? നീ ഇപ്പൊ വാങ്ങണ ശമ്പളത്തിന്റെ 3 ഇരട്ടി തരാൻ ഞാൻ. അതിന്റെ മറുപടി ഇനി നേരിൽ കാണുമ്പോ തരാൻ ഞാൻ. തമ്പി ചിരിച്ചു. മതി. അല്ല, എന്തിനാ നീ പ്രസാദിനെ തല്ലിയത്? ചന്ദ്രചൂഡിനെ കൊന്നത് ആരാന്നറിയാൻ? അത് ചോദിക്കേണ്ടത് എന്നോടല്ലേ? എന്താ, ബംഗ്ലാവിലേക്ക് വരാൻ പേടിയാണോ നിനക്ക്? അർജുൻ പറഞ്ഞു. വരും മുതലാളി. ചന്ദ്രചൂഡിനെ കൊന്നത് നിങ്ങളാണെന്ന് ഇവൻ പറഞ്ഞു തന്ന അപ്പോ വീണ്ടും കാണാം നമുക്ക്. അതുവരെ ഈ ചിരി ചിരിച്ചോ. ലൈൻ കട്ട് ചെയ്യില്ലേ? ഒരു കാര്യം ചോദിച്ചോട്ടെ ഞാൻ. എന്തിനാ നിങ്ങൾ ആ പാവം ബാലഗോപാലിനെ തല്ലിക്കൊന്ന് സ്റ്റേഷന്റെ പിന്നിലുള്ള കക്കൂസ് മുറിയിൽ കെട്ടിത്തൂക്കിയത്? കാതിനരികെ ഒരു സ്ഫോടനം കേട്ടതുപോലെ അർജുൻ നടുങ്ങിപ്പോയി. അയാളുടെ കയ്യിലിരുന്ന് സെൽഫോൺ വിറച്ചു. അതൊക്കെ നമ്മുടെ നാട്ടിലെ പോലീസുകാരുടെ കൊച്ചു കൊച്ചു തമാശകളാണെന്ന് എനിക്കറിയാം അർജുൻ. അണ്ടർവെയറിന്റെ ഇലാസ്റ്റിക് ചരടിൽ പോലും ഇവിടെ പ്രതികൾ തൂങ്ങിച്ചെത്തിട്ടുണ്ട്. അർജുൻ സെൽഫോൺ ഹരിപ്രസാദിന്റെ നേരെ വലിച്ചെറിഞ്ഞു. പിന്നെ അയാൾ ഒരു കൊടുങ്കാറ്റ് പോലെ കാറിനടുത്തേക്ക് നീങ്ങി. അപ്പോൾ ഹരിപ്രസാദ് സെൽഫോൺ എടുത്ത് കാതിൽ വെച്ചു. ഞാനാ ഹരിപ്രസാദ്, തമ്പി ചോദിച്ചു. അവൻ അവിടുന്ന് പോയോ? ഹരിപ്രസാദ് മൂളി. പിന്നെ അവൻ ഒരുപാട് തല്ലിയോ? അപ്പോഴും ഹരിപ്രസാദ് മൂളി. അങ്ങേ തലയ്ക്കൽ തമ്പിയുടെ ശബ്ദം ചുട്ടുപഴുത്തു. നിന്നെ തല്ലിയ ആ കൈകൊണ്ട് ഇനി അവൻ ഒരു പണിയും ചെയ്യാൻ പാടില്ല. സ്റ്റേഷന്റെ മുന്നിൽ അർജുന്റെ കാർ ഒരു മുരൾച്ചയോടെ വന്നു നിന്നു. പ്രക്ഷുബ്ധമായ മനസ്സോടെയാണ് അയാൾ കാറിൽ നിന്നിറങ്ങി അകത്തേക്ക് നടന്നത്. വാതിൽക്കൽ തളർന്ന മുഖവുമായി രഘു നിൽക്കുന്നുണ്ടായിരുന്നു. അർജുൻ ചോദിച്ചു, എന്താ സംഭവിച്ചത്? രഘു പതിഞ്ഞ ശബ്ദത്തിലാണ് മറുപടി പറഞ്ഞത്. അരമണിക്കൂർ മുമ്പ് ബാലഗോപാലൻ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരോട് കക്കൂസിൽ പോകണമെന്ന് പറഞ്ഞു. അവരവനെ അങ്ങോട്ട് കൊണ്ടുപോയി. അകത്ത് കയറി കഥ കടക്കുന്നത് വരെ പോലീസുകാര് വാതിൽക്കൽ തന്നെ ഉണ്ടായിരുന്നു. ഇടയ്ക്ക് ഒരാള് ചായ കുടിക്കാൻ പുറത്തേക്ക് പോയി. കുറെ നേരമായിട്ട് അനക്കമൊന്നും കേൾക്കാത്തത് കൊണ്ട് വാതിൽ പൊളിച്ചു. അപ്പോഴാ തൂങ്ങി നിൽക്കുന്നത് കണ്ടത്. അപ്പോൾ സ്റ്റേഷന്റെ പിന്നിൽ നിന്നും ജോയി അർജുന്റെ അടുത്തേക്ക് വന്നു. ബാലഗോപാലിനെ ഭദ്രമായി സൂക്ഷിക്കണമെന്നും ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നതല്ലേ? ജോയി പറഞ്ഞു. രാത്രി മുഴുവൻ ഞാൻ സ്റ്റേഷനിൽ ഉണ്ടായിരുന്നു സർ. ഇപ്പോഴാ ഒന്ന് കണ്ണടച്ചത്. ബാക്കിയുള്ള പോലീസുകാരൊക്കെ എവിടെ പോയി? മറുപടി പറഞ്ഞത് രഘുവാണ്. ബൈപ്പാസിൽ ഒരു ബസ് മറിഞ്ഞു എന്ന് ആരോ വിളിച്ചു പറഞ്ഞു. അത് അന്വേഷിക്കാൻ സ്പോട്ടിലേക്ക് പോയതാ അവർ. അർജുൻ അസ്വസ്ഥനായി കൈകൾ കൂട്ടി തിരുമ്മി. ജോയി ചോദിച്ചു, നമ്മൾ അവനെ ഉപദ്രവിച്ചിട്ടില്ലല്ലോ, എന്നിട്ട് എന്തിനാ സൂയിസൈഡ് ചെയ്തത്? അർജുൻ പറഞ്ഞു, അതിന് സൂയിസൈഡ് അല്ല, മർഡറാ. കൊന്നത് മറ്റാരുമല്ല, മാധവൻ തമ്പി അയച്ച ഏതോ ഒരു ഗുണ്ട. രഘു സംശയിച്ചു. പക്ഷെ അവൻ എങ്ങനെ അകത്ത് കടന്നു? അതിനുത്തരം പറയാതെ അർജുൻ സ്റ്റേഷന്റെ പിന്നിലേക്ക് നടന്നു. രഘുവും ജോയിയും പിന്തുടർന്നു. പാദങ്ങൾ നിലത്ത് മുട്ടിയ നിലയിലായിരുന്നു ബാലഗോപാലിന്റെ ശവശരീരം. കഴുത്തിൽ പ്ലാസ്റ്റിക് ചരട് കൊണ്ടാണ് കുരുക്കുണ്ടാക്കിയിരിക്കുന്നത്. താഴെ വെന്റിലേറ്ററിന്റെ കമ്പിവല ഇളകിക്കിടന്നിരുന്നു. എന്താണ് നടന്നതെന്ന് ആ നിമിഷം അർജുന് മനസ്സിലായി. കൊലയാളി ആദ്യമേ തന്നെ മുറിയിൽ കാത്തു നിന്നിരിക്കണം. എന്നിട്ടവൻ വെന്റിലേറ്ററിലൂടെ ആരും കാണാതെ പുറത്തിറങ്ങി. അപ്പോൾ ബൈപ്പാസിലേക്ക് പോയിരുന്ന പോലീസുകാർ തിരിച്ചു വന്നു. കിട്ടിയത് ഒരു ഫാൾസ് ഇൻഫർമേഷൻ ആയിരുന്നുവെന്ന് അവർ ജോയിയോട് പറഞ്ഞു. രഘുവിനെ മാറ്റി നിർത്തിയിട്ട് സ്വകാര്യമായി അർജുൻ ചോദിച്ചു, കാവൽ നിന്നിരുന്ന പോലീസുകാരെ പൂർണ്ണമായും വിശ്വസിക്കാമോ? ഈ ടൗൺ മുഴുവൻ മാധവൻ തമ്പി വല വലിച്ചിരിക്കുകയാണ് സർ. നമ്മുടെ കൂട്ടത്തിൽ ആർക്കൊക്കെ അയാളോട് കൂറുണ്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. അവരെ ക്വസ്റ്റ്യൻ ചെയ്യണം. സംശയം തോന്നിയ വെറുതെ വിടണ്ട സർ. മാധവൻ തമ്പിയെ പോലുള്ള കൊടും ക്രിമിനലുകൾക്ക് വിടുപണി ചെയ്യാതെ നമ്മുടെ നാട്ടിൽ ഒരു പോലീസുകാരനും നേരെ ചൊവ്വെ കാക്കി ധരിക്കാൻ പറ്റില്ല. ആ ഗതികേട് വരുത്തിയത് ഹരിപ്രസാദിനെ പോലെയുള്ള നെറുകെട്ട ഓഫീസർമാരാണ്. രഘു മെല്ലെ ചോദിച്ചു. DIGയോട് എന്ത് പറയും സർ? അർജുൻ കനത്ത ശബ്ദത്തിൽ പറഞ്ഞു. ഞാൻ എക്സ്പ്ലനേഷൻ എഴുതിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞേക്ക്. ഏറിയാൽ 1/2 മണിക്കൂർ, അതിലധികം വൈകില്ല. അർജുൻ തിടുക്കത്തിൽ കാറിനടുത്തേക്ക് നടന്നു. അപ്പോൾ പുൽത്തകിടിയിലെ ഊഞ്ഞാലിലിരുന്ന് ഉന്മാദത്തോടെ ചിരിക്കുകയായിരുന്നു മാധവൻ തമ്പി. അടുത്തു നിന്നിരുന്ന അഡ്വക്കേറ്റ് രാജീവ്നാഥിനോട് അയാൾ പറഞ്ഞു, പത്രക്കാരും ചാനലുകാരും ഒക്കെ സ്റ്റേഷനിലേക്ക് പോയിട്ടുണ്ട്. അർജുൻ പറഞ്ഞിട്ടാ ബാലഗോപാലിനെ പോലീസുകാർ കൊന്നു കെട്ടിത്തൂക്കിയതെന്ന് 10 മിനിറ്റ് കഴിഞ്ഞാൽ ആക്ഷൻ കൗൺസിലിന്റെ പ്രസിഡന്റ് കർത്താവ് പത്രസമ്മേളനം നടത്തി പറയും. യാതൊരു പ്രകോപനവുമില്ലാതെ
തന്നെ തല്ലി ചതച്ചുവെന്ന ഹരിപ്രസാദിന്റെ മൊഴി കൂടിയാവുമ്പോ ആ കള്ള പിഷാരടിക്ക് ഇനി ഒരിക്കലും മാനസപുത്രനെ രക്ഷിക്കാൻ പറ്റില്ല. ഈ തമ്പി വരച്ചിട്ടുള്ള ലക്ഷ്മണരേഖ താണ്ടാൻ ശ്രമിക്കുന്നത് നീന്തൽ അറിയാത്തയാൾ നടുക്കയത്തിലേക്ക് എടുത്തു ചാടുന്നത് പോലെയാണെന്ന് ഇപ്പൊ അർജുന് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ പുറത്തൊരു കാറിന്റെ ശബ്ദം കേട്ടു. അലസമായിട്ടാണ് തമ്പി അങ്ങോട്ട് നോക്കിയത്. അറിയാതെ ഉള്ളൊന്നു കാളി. പ്രേതത്തെ കണ്ട പോലെ മുഖം വിളറി. കാറിൽ നിന്നിറങ്ങിയത് അർജുനായിരുന്നു. അയാളുടെ വലതു കൈയിൽ ഒരു റിവോൾവർ ഉണ്ടായിരുന്നു. ഇടതു കൈയിൽ വിലങ്ങും. വിലങ്ങ് തമ്പിയുടെ നേരെ നീട്ടി ഇടിവെട്ടുന്നത് പോലെ അർജുൻ പറഞ്ഞു, യു ആർ അണ്ടർ അറസ്റ്റ്. നോവലിന്റെ തുടർന്നുള്ള ഭാഗങ്ങൾ കേൾക്കുവാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒപ്പം തന്നെ വിമർശനങ്ങളും. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് മറ്റു സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് നൽകുക. നാളെ കാണാം. നന്ദി.